വളരെ പരിചിതമായ വേദഭാഗമാണ്, കുഞ്ഞു വാക്യമാണ്. ഈ കുഞ്ഞു വാക്യത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 4 പ്രസംഗങ്ങൾ തന്നെ അടങ്ങിയിരിക്കുന്ന വാക്യമാണ്. 4 പ്രസംഗമുണ്ട്. ഒന്ന്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 4 ചിന്തകളാണ്. സഭയിൽ ദിവസേന ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസത്തെ പ്രസംഗിക്കാനുള്ള വകയുണ്ട്. അപ്പം ചോദിക്കും, ബെസ്റ്റ് കല്ലടയിലാണോ ദിവസേന ആത്മാക്കൾ വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല. സഭ എന്ന് പറയുന്നത് സാർവത്രികമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ 3 മിനിറ്റിലും സ്നാന ശുശ്രൂഷകൾ നടക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 2, ആരാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. ആരാ കൊണ്ടുവരുന്നേ? വായിച്ചതിലുണ്ടല്ലോ. ആരാ കൊണ്ടുവരുന്നേ? പറഞ്ഞേ. കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. ഇത് നാട്ടുകാരെല്ലാം ഒന്നും അറിഞ്ഞിരിക്കണം. നാട്ടുകാരുടെ ചിന്ത ഇത് ഉപദേശിമാരുടെ പണിയാണ്. ഈ പള്ളിയിൽ ആളെ കൊണ്ട്, ഇത് ഉപദേശിമാരുടെ പണിയല്ല. ഇത് കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. ഉപദേശിമാരൊരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് ഉപദേശിമാരെ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ഉപദേശിമാരെ തല്ലിയ ഉപദേശിമാർ ആശുപത്രിയിലാകും. സഭയിൽ കർത്താവ് ആത്മാക്കളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. കാലങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുക. ഉപദേശിമാരെ തല്ലിയിട്ടങ്ങാണ് നിൽക്കാനായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരിക്കത്തില്ല. അപ്പം അറിവില്ലായ്മയൊക്കെ മാറ്റണം. കർത്താവാണ് സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്. 3, കർത്താവ് ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചിന്ത. ആരെയാണ് കൊണ്ടുവരുന്നത്? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞു. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കണം. ഞാൻ ഇപ്പോൾ ഇച്ചിരി അവതരിപ്പിച്ചപ്പോൾ ഇച്ചിരി പൊലിപ്പിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അത്രയും വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ഈ തെരുവിൽ പ്രസംഗിക്കുന്ന ഒരു പരസ്യോഗ പ്രസംഗിയാണ്. അത്രയും മതി. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടിരുന്നാൽ മതി. നിങ്ങൾ ഈ റവറൻഡുമാരുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ഒന്നും ഇരിക്കണ്ട. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ മൂന്നാമത്തെ ചിന്ത, കർത്താവ് ആരെയാണ് കൊണ്ടുവരുന്നതെന്നുള്ള. ആരെയാ? ഒരു വാക്ക് അത് ചേർത്തങ്ങ് പറയാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഈ ചർച്ചിൻ്റെ അകത്ത് 2 കൂട്ടം ആളുകൾ വരുമെന്ന് ബഹുമാനപ്പെട്ട പരിസരക്കാരും കൂടെ ഒന്ന് കേട്ടിരിക്കണം, തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ്. അതിലൊന്നാണ് ആരെ? രക്ഷിക്കപ്പെടുന്നവർ. ആരാ കൊണ്ടുവരുന്നത്? കർത്താവ് കൊണ്ട്. പക്ഷേ സഭയിൽ 2 കൂട്ടർ വരുമെന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, രക്ഷിക്കപ്പെട്ടവർ. അവരെ ആരാ കൊണ്ടുവരുന്നത്? കർത്താവ്. 2, രക്ഷപ്പെടാൻ വരുന്നവരുണ്ട്. 2 കൂട്ടർ ചർച്ചിൽ വരും. അത് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരു വാക്കത് പറയണം, അല്ലെങ്കിൽ പൊതുജനം തെറ്റിദ്ധരിക്കും. കാര്യം, ഈ സഭയ്ക്കകത്ത് വരുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്ന ചിന്ത ഉണ്ടാകരുത്. ഈ സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ടവരുണ്ട്. അവരെ കൊണ്ടുവരുന്ന ആരാ? കർത്താവാ കൊണ്ടുവരുന്നത്. അവരുടെ ലക്ഷ്യം എന്താ? വല്ലഭിതേനയും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. അവർക്ക് വേറെ ആഭ്യന്തര പരിപാടികളൊന്നും ചിന്തിക്കേണ്ട. അവർക്ക് വേറെ വിഷയങ്ങളില്ല. അവർക്ക് വേറെ സ്ഥാനമാനമില്ല. ആഭ്യന്തര കലഹമില്ല. കസേരക്കടിയില്ല. ഒരു പരിപാടി അവർക്കില്ല. അവർ കുറുകിഞ്ഞിറങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്ന് ആരാധനയ്ക്ക് വരുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, നിത്യതയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയും വേർപാടും പാലിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവ കുഞ്ഞുങ്ങൾ എല്ലാ സഭയ്ക്കകത്തുകൊണ്ട്. അത് രക്ഷിക്കപ്പെട്ടവരാണ്. അവരെ കർത്താവ് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അവരൊരിക്കലും ഈ കർത്താവിനെ വിട്ടു പോകത്തുമില്ല. ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. കാരണം രണ്ടാമത്തെ കൂട്ടരുണ്ട്. ആരാ? രക്ഷപ്പെടാൻ വരുന്നവർ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ഇങ്ങനെ പിന്നെ പരിസര തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ അറിഞ്ഞോടി എന്നാടി ഇല്ല, സുമതി പെന്തിക്കോസിൽ പോയി രക്ഷപ്പെട്ടു. ആണോ? പിന്നെ രമണിയും പോയി രക്ഷപ്പെട്ടല്ലോ, അവളെ കൊച്ചിപ്പം ഗൾഫിലാണ്, പിന്നെ മറ്റേ കൊച്ച് അമേരിക്ക, ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്ത പെന്തക്കോസിൽ പോയാൽ പറ രക്ഷപ്പെടാവുന്ന. പെന്തക്കോസിൽ പോയവർ മാത്രമല്ല അമേരിക്കയിൽ പോയിട്ടുള്ളത്. നാരായണൻകുട്ടിയും മമ്മദ് കുട്ടിയും ഒക്കെ അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അങ്ങനെ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവരാരും വരണമെന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. എന്താ അനക്കമൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കിട്ടാൻ വേണ്ടി ആരും കർത്താവിൻ്റെ അടുക്ക വരരുത്. പിന്നെ എന്ത് കിട്ടും പിന്നാലെ പറയാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രക്ഷപ്പെടാൻ വരുന്നവർ സഭയിലുണ്ട്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞെന്നറിയാമോ? ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുകൊണ്ട് ചിലപ്പോൾ പൊതുജനം വിലയിരുത്തും. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ചർച്ചിൽ, ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ പള്ളിയിൽ എന്നൊക്കെ പറയുമ്പോൾ വേദനപ്പെടുകയോ കഠിനപ്പെടുകയോ പിന്മാറ്റത്തിൽ പോകുകയും ചെയ്യരുത്. കാരണം നിത്യതയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് വരുന്നവരല്ല ഇതൊന്നും കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ മറ്റു പലതും പ്രതീക്ഷിച്ച് വരുന്നവരാണ്. ഇത് നമ്മൾ ഒരു വാക്ക് പൊതുസമൂഹത്തോട് പറയാൻ കാരണം, ഈ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് ദൈവസഭയെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഒരു വാക്ക് നമ്മൾ പറയുക. കാരണം ഈ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്നൊന്നും വിചാരിക്കരുത്. രക്ഷിക്കപ്പെടാത്തവർ ഇതിൻ്റെ അകത്ത് കയറി അലങ്കോലമാക്കി നാശകോടാലിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊന്നും കർത്താവിനാൽ വരുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അത്രമാത്രം പറഞ്ഞ് ആ ഭാഗം വിടുന്നു. ഇനി 4ാമത്തെ ചിന്ത, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് രാത്രി എൻ്റെ ചിന്ത,
ഏതാണ് ഈ സഭ എന്നുള്ളതാണ് ഇന്ന് രാത്രി എൻ്റെ ചിന്ത. ഏതാണ് ഈ സഭ? അതാണ് നമ്മൾ അല്പം വചനത്തിലൂടെ ഒന്ന് പരിശോധിക്കാൻ പോകും. ഏതാണ് ഈ സഭ? 2002 ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനി അല്ല. അത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, നമ്മുടെ ഇടയിൽ പലർക്കും അറിയാം. ഇപ്പം 2002 വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ദൂരെ എങ്ങുമല്ല, ഇവിടെ ഈ കൊല്ലം ജില്ലയിലെ രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പിച്ച വെച്ച് നടന്ന എൻ്റെ ബാല്യകാലം. അവിടുത്തെ കിളികല്ലൂർ വലിയ പള്ളി ജമാഅത്താണ് പഴയ ഇടവക. കോയിക്ക സ്കൂളിലാണ് പഠിച്ചത്, അവിടെയാണ് വളർന്നത്. ഉമ്മയുടെയും ബാപ്പയുടെയും കുടുംബം അവിടാണ്. രണ്ടാംകുറ്റി മാർക്കറ്റിൽ ഇപ്പോഴും മീൻ വിൽക്കുക ഇറച്ചി വെട്ടുകയും ചെയ്യുന്ന ചിലരൊക്കെ എൻ്റെ ഉമ്മയുടെ ആങ്ങളമാരാ, മാമാമാരാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ. ഇനി ബാപ്പയുടെ കുടുംബം ഇവിടെ അയത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ തന്നെയാണ് വളർന്നത്. ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിലേക്ക് കടന്നുപോയ ബാല്യകാലം. നിങ്ങൾക്കറിയാം, മുസ്ലിം സഹോദരങ്ങളുള്ള ദേശത്ത് രാവിലെ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ചന്തമുണ്ട്. അങ്ങനെ ബാല്യകാലത്ത് ഞാനും എൻ്റെ പെങ്ങന്മാരുമൊക്കെ മദ്രസയിൽ കടന്നുപോയി. എന്തിനാ പോയതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് മറുപടി പറയാൻ കഴിയും, മതപഠനത്തിനാ പോയേ. എന്തിനാ പോയേ? മതപഠനത്തിനാ പോയത്. അതിപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളോട് ചോദിച്ചാൽ മതി, എന്തിനായി കൊച്ചുങ്ങൾ രാവിലെ പള്ളി വിടുന്നതെന്ന് ചോദിച്ചാൽ അവരും പറയും മദ്രസയിൽ മതം പഠിക്കാൻ വേണ്ടി വിടുന്ന. അത് സത്യമായതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നു, സത്യം, ആ മതം പഠിക്കാനാണ് പോയത്. എന്തുവാ മതം പഠിക്കുക എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും 1-ാം സ്ഥാനം എന്തിനു കൊടുക്കണമെന്നാണ് പഠിപ്പിച്ചേ? മതത്തിന് താനും 1-ാം സ്ഥാനം. ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും 1-ാം സ്ഥാനം മതത്തിന് കൊടുക്കണം. മതത്തിനെതിരായി അപ്പൻ നിന്നാലും അമ്മ നിന്നാലും 1-ാം സ്ഥാനം എന്തിനായിരിക്കണം? മതത്തിനായിരിക്കണമെന്നാണ് തലച്ചോറിൻ്റെ അകത്ത് കുഞ്ഞുനാളിലേക്ക് ഏറിയ ചിന്ത. അങ്ങനെയാണ് വളർന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം സ്കൂളിൽ മുടങ്ങിയാൽ ബാപ്പയും ഉമ്മയും ലീവ് ലെറ്റർ തരും. കുഴപ്പമില്ല, നമുക്ക് പറയാം, ടീച്ചറോട് വിളിച്ച് പറയാം, എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഒരു ദിവസം മദ്രസയിൽ മുടങ്ങിയാൽ അന്ന് അടിയുടെ പെരുന്നാളായിരിക്കും. ഇതാണ് ബാല്യകാലം. പിന്നെ നമ്മൾ നേരെ തിരിച്ചാ, നമ്മൾ സ്കൂളിൽ പോയില്ലെങ്കിൽ അടി കൊടുക്കും. സൺഡേ ക്ലാസ്സിന് പോയില്ലേ സാരമില്ല, പാസ്റ്ററോട് വിളിച്ച്. അപ്പോൾ അങ്ങനെ മതപഠനമൊക്കെ നടന്നു വന്ന ബാല്യകാലത്തിൽ നിന്ന് യൗവനകാലത്തിലേക്ക് എത്തിയപ്പോൾ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം 2002 ഈ പുസ്തകം കരങ്ങളിലെടുപ്പാൻ ദൈവം ഭാഗ്യം തന്നു. സ്തോത്രം. ആ അനുഭവത്തെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് സാക്ഷ്യം എന്നുള്ളത്. അനുഭവം. ആ അനുഭവ സാക്ഷ്യം പങ്കുവെക്കണമെന്നൊക്കെ എല്ലാ കൺവെൻഷന് വരുമ്പോഴും ചിന്തിക്കും. പക്ഷേ ഇപ്പം തന്നെ അരമണിക്കൂർ പ്രസംഗിക്കേണ്ട സമയമായി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. സാക്ഷ്യം പറഞ്ഞാൽ ഇനി വചനം പറയാനൊക്കത്തില്ല. എനിക്ക് ഒന്നാമത് എത്ര സമയം കിട്ടിയാലും ദൈവവചനം പ്രസംഗിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ അങ്ങനെ ഇടുന്നു. അനുഭവങ്ങൾ നിമിത്തം 2002 ഈ ബൈബിൾ കരങ്ങളിലേക്ക് എടുക്കാൻ ദൈവം അവസരം നൽകി. അങ്ങനെ 2002 മുതൽ ഞാനിത് വായിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഈ ദേശത്തോട് ഈ ഉച്ചഭാഷണിയിലൂടെ അഭിമാനത്തോടെ പറയാം, അങ്ങനെ വായിക്കും തോറും ഈ പുസ്തകം കൂടുതൽ ചേർത്ത് പിടിക്കാൻ ഇഷ്ടം തോന്നി. അപ്പോൾ ചോദിക്കാം, എന്താ ഇത്രയും വലിയ പ്രത്യേകത ഈ പുസ്തകത്തിനോട് ഇഷ്ടം തോന്നാൻ? കഴിഞ്ഞ മാസം ഞാൻ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മേലാറ്റൂർ എന്ന് പറഞ്ഞ ടൗണിലും പരിസര പ്രദേശങ്ങളിലും പരസ്യയോഗങ്ങൾ നടത്തി. ഞാനും നമ്മുടെ പാട്ടുകാരൻ പോൾസൺ കണ്ണൂരിൻ ടീമൊക്കെ ആയിരുന്നു കൂടെ. ഞങ്ങളിങ്ങനെ പരസ്യയോഗം നടത്തി. മലപ്പുറത്തിൻ്റെ ഓരോ കവലയിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ നിന്ന് ത്രസിച്ച് പ്രസംഗമൊക്കെ കേട്ടുകൊണ്ട് നിന്നു. പ്രസംഗത്തിൻ്റെ ഒടുവിൽ വരുമ്പോൾ ഞാൻ എൻ്റെ പേരും അഡ്രസ്സും പരിചയപ്പെടുത്തുമ്പോൾ പിന്നെ ആ ചൂടൊക്കെ അങ്ങ് പോയി. പിന്നെ കണ്ണൊക്കെ തള്ളി വേറൊരു ലെവലായിട്ടൊക്കെ ഇങ്ങനെ നിന്ന് കേൾക്കും. ഇതെല്ലാം കഴിഞ്ഞ് ചിലരടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നാലും നീ എന്തിനാ ക്രിസ്ത്യാനി? അപ്പം മുസ്ലിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ക്രിസ്ത്യാനി ആയെന്നാണ്. നമ്മുടെ ആളുകൾ ചിലർ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനി അല്ലെന്ന്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പോട്ടെ. ഏതായാലും അവർ വന്നിട്ട് എന്തിനാ ക്രിസ്ത്യാനി ആയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഈ പുസ്തകത്തോടുള്ള ഇഷ്ടം. അപ്പം ചോദിക്കും, ഈ പുസ്തകത്തോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒരു രാത്രി വെളുക്കും വരെ പറഞ്ഞാൽ തീരാത്ത കാരണം ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നേരം അതല്ലാത്തത് കൊണ്ടും പ്രധാനമായി എവിടെയും പറയുന്നൊരു പദം ഇന്ന് രാത്രി വെസ്റ്റ് കല്ലട ദേശത്തോടും വിളിച്ചു പറയാം. ഈ പുസ്തകം അങ്ങനെ ചേർത്ത് പിടിക്കുവാൻ ഇഷ്ടം തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ആവർത്തിച്ചു വായിച്ചു പലവട്ടം. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. സന്തോഷമുണ്ടോ? ഈ പുസ്തകത്തിനകത്ത് എന്തില്ല? ഒരൊറ്റ പേപ്പറിൽ പോലും മതമുണ്ടോ? ഇവിടെ ഒരു മതം സ്ഥാപിക്കണമെന്നോ മതത്തിൽ ചേർക്കണമെന്നോ മതം മാറ്റണമെന്നോ
അങ്ങനെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കാത്ത പുസ്തകമാണ് ഏത്? വിശുദ്ധ ബൈബിൾ. എന്നിട്ടും നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് എന്താ? പറയങ്ങോട്ട്, മതം മാറ്റുന്നവനാണ്. എന്താ ചെയ്യല്ലേ? ഈ പുസ്തകത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു വരി പോലും ഇല്ല. എന്നിട്ടും നാട്ടുകാർ പറയുന്ന മതം മാറ്റി. ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണാം. ചേച്ചി പറയുക, പെന്തക്കോസ് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്, അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചേച്ചിയോട് പറയുന്നു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോക്കണം. 500 രൂപയ്ക്കും കഞ്ഞിക്കും പയറിനും ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വരുന്നെങ്കിൽ നിങ്ങൾ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവർ തിരിച്ചു വരും. കഞ്ഞിയും പയറിനേക്കാളും നല്ലതല്ലേ ചിക്കൻ? അവർ തിരിച്ചു വരും. അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കും. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ പരാതിയൊന്നുമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ സമരമില്ല, നാളെ അതിൻ്റെ പേരിൽ ഹർത്താലില്ല, ഞങ്ങളൊട്ട ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഞങ്ങളാരും നാളെ കൊടി പിടിച്ചു സമരത്തിന് മിണ്ടുന്നില്ല. ഇല്ല. ഇത് പണ്ട് അപ്പച്ചന്മാരുടെ കാലത്തൊക്കെ പിതാക്കന്മാർ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞതാണ്, ഞങ്ങളാരും മുദ്രാവാക്യവും സമരം വിളിക്കാനൊന്നും വരത്തില്ല. ഇന്ന് എനിക്ക് അത്രയും ധൈര്യം പോരാ. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ആളുകൾ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി കൊടി പിടിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിൽപ്പുണ്ട്. കൽവരി മലയിൽ ചിന്തിയ രക്തം കെടാതിന് ഇവനൊക്കെ വട്ട. ഞാൻ അത്രമാത്രം പറഞ്ഞ് ഇപ്പോൾ വിടുക. കാരണം എന്താ? വചനപരിജ്ഞാനമുള്ള ദൈവദാസന്മാരോട് ചോദിക്കണം. അവർ പറയും, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവിന് രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ മണവാട്ടിയെ സംരക്ഷിക്കാൻ കഴിവുള്ളവനെ ആക്ഷേപിക്കുന്നു. അതിന് മൂക്കി ശ്വാസമുള്ള മനുഷ്യൻ്റെ സഹായം ദൈവത്തിന് ആവശ്യമില്ല. ഇതിനൊക്കെ കൊടി പിടിക്കുന്നതിനോ കൂട്ടു നിൽക്കുന്നവരോടൊക്കെ സഹതാപം പറഞ്ഞു വിടുക. നമ്മുടെ വേദി അതല്ലല്ലോ, അതുകൊണ്ട് വിടുക. പക്ഷെ ഒരു കാര്യം പറയാം, പത്രോസ് തടവിലായി എന്ന് കേട്ടപ്പോൾ സഭ എന്തു ചെയ്തു? കൊടിയും പിടിച്ച് റോഡിലിറങ്ങിയോ? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം അന്നത്തെ സഭയ്ക്കറിയാം, പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നും പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നും കാരാഗ്രഹത്തിൻ്റെ അകത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നും ഇരുമ്പോടാമ്പലുകളെ തകർത്ത് കളയാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നും അങ്ങനെ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്നും സഭയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് സഭ പ്രാർത്ഥിച്ചു. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരിക. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ദൈവദാസന്മാരെ വളരെ ബന്ധപ്പെട്ട് യോഗം വെച്ചിരിക്കുക, സുവിശേഷം അറിയിക്കണം. അതുകൊണ്ട് മാറ്റർ അങ്ങോട്ട് പോകുന്നില്ല. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചേ, ആമേൻ. അതുകൊണ്ട് മതത്തെക്കുറിച്ച് ഒന്നും പഠിപ്പിക്കാത്ത പുസ്തകമായിട്ട് വിശുദ്ധ ബൈബിൾ കണ്ടു. കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് വായിക്കുവാൻ എനിക്ക് ആവേശം തോന്നി. ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിളിൽ ചില കഥാപാത്രങ്ങളെ കാണുകയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, നോഹ, അങ്ങനെ കഥാപാത്രങ്ങളെ കാണുകയാണ്. ഈ അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും നോഹയെക്കുറിച്ചും ഒക്കെ വായിച്ചു വരുമ്പോൾ തലച്ചോറിൻ്റെ അകത്തൊരു ചിന്ത വന്നു, ഇതൊക്കെ എവിടെയോ കേട്ട് മറന്നിട്ടുണ്ടല്ലോ. ഏത്? അബ്രഹാമിന് മക്കളില്ലായിരുന്നു. മക്കളുണ്ടായതും നോഹ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥയും അതുപോലെ ഇയ്യോബിൻ്റെ ജീവചരിത്രം ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത തലച്ചോറിൻ്റെ അകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ മദ്രസയിൽ പഠിച്ചതുമായിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടോ. അബ്രഹാമിനെ ഇബ്രാഹിം എന്ന പേരിൽ ഞാൻ പഠിച്ചു, നോഹയെ നൂഹ് എന്ന പേരിൽ ഞാൻ പഠിച്ചു, ദാവീദിനെ ദാവൂദ് എന്ന പേരിൽ ഞാൻ പഠിച്ചു, ഇയ്യോബിനെ അയ്യൂബ് എന്ന പേരിൽ ഞാൻ പഠിച്ചു, യോഹന്നാനെ യഹിയ എന്ന പേരിൽ ഞാൻ പഠിച്ചു, ശലോമോനെ സുലൈമാൻ എന്ന പേരിൽ ഞാൻ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനൊരു ചിന്ത തോന്നി. അങ്ങനെ ഞാൻ നേരെ തിരുവനന്തപുരത്തിന് വിട്ടു. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ ഭീമാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടു. എന്തിനാ? അവിടെ ചെന്ന് അംഗീകരിക്കപ്പെട്ട ഒരു മലയാള ഖുർആന്റെ പരിഭാഷ വാങ്ങി, അംഗീകരിക്കപ്പെട്ട ഖുർആൻ പരിഭാഷ മലയാളം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഇത് രണ്ടും തമ്മിൽ വെച്ച് അങ്ങനെ അങ്ങോട്ട് പരിശോധിച്ച് പഠിക്കാൻ തുടങ്ങി. ഒളിച്ചും പാത്തുമൊക്കെ ആദ്യം വായിച്ചു തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഉമ്മ ജമീല ബീവി കണ്ടുപിടിച്ചു. ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. എറിഞ്ഞിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു, എൻ്റെ റബ്ബേ, ഇനി ആവശ്യമില്ലാത്ത ഇബിലീസിനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ ഇവൻ ഇത് എന്തിൻ്റെ പുറപ്പാടാണെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കി എൻ്റെ ഉമ്മ. ഇന്ന് രാത്രി അഭിമാനത്തോടെ ഉച്ചഭാഷണിലൂടെ പറയട്ടെ, ഇപ്പം എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുകയാണ് അമ്മ. അപ്പം ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചില കമ്പനിക്കാർ പരസ്യം പറയാറുണ്ട്, ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ ഈ പുസ്തകത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത പറയാം, ഇത് എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഒന്നുകൂടെ പറയാം, ഇത് എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന ഈ സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ ഇവിടെ കയറി 10 പേരെ ഇവിടെ നിർത്തിയാൽ ഞാൻ ഉറപ്പ് തരാം, അതിൽ 5 പേരും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടാകും, ചത്താലും എന്നെ പെന്തിക്കോസിയാക്കാവുന്ന നീ വിചാരിക്കണ്ടടി എന്ന് പറഞ്ഞ ഐറ്റമാണ് ഇന്ന് ഇവിടെ ഇരുന്ന് കൊട്ടുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയാ, ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും.
അനുഭവം ഒത്തിരി പറയാനുണ്ടെങ്കിലും ഓർമ്മ വരുന്നൊന്ന് പറയാം. കോട്ടയത്തിനടുത്ത് കാനമെന്ന് പറഞ്ഞ സ്ഥലത്ത് യോഗം കഴിഞ്ഞ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഉപദേശിമാർ പറഞ്ഞു, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ശരി, അകത്തോട്ട് വിളിക്കാൻ പറഞ്ഞു. അകത്തോട്ട് വിളിച്ചു. വന്നപ്പോൾ ചോദിച്ചു, എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കത്ര പരിചയം പോരാ, ഓർമ്മ വരുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ പരിചയം? കേട്ടിട്ടുണ്ടാകും. എങ്ങനെ? പെന്തിക്കോസുകാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. എന്ത്? ചില വർഷങ്ങൾക്ക് മുമ്പ് അപ്പുറത്ത് എപ്പോഴോ ഈ റാന്നി പട്ടണത്തിൽ റാന്നി പാലത്തിൽ ഉപദേശിമാരുടെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വാങ്ങി വലിച്ചു കീറി തീയിട്ട് കത്തിച്ചു എന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ആ പാലം പൊളിഞ്ഞു പോയി, ഇന്ന് കാണുന്ന പാലമൊക്കെ പിന്നെ പണിതാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? അന്ന് ആ കത്തിച്ചത് ഞാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെ നോക്കി, ഇനി എന്നെ കത്തിക്കാൻ വല്ലതും ആണോ വന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പുള്ളി ഉടനെ ബൈബിൾ പൊക്കി പിടിച്ചിട്ട് പറയാം, ഇപ്പോൾ ഇത് ചുമന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക പാസ്റ്ററേ എന്ന്. അത്രയേ ഉള്ളൂ. ഈ പുസ്തകത്തിൻ്റെ പ്രതികാരമൊക്കെ അത്രയേ ഉള്ളൂ. കാരണം ഈ പുസ്തകത്തിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. സന്തോഷമില്ലേ? ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്തൊരു ദൈവം യേശുക്രിസ്തു ഉള്ളെന്ന്. യേശുവിനെ എന്തും പറയാം. അതിൻ്റെ പേര് നാളെ കേരളം നിന്ന് കത്തത്തൊന്നുമില്ല. ഭൂമിയിൽ കൊട്ടേഷൻ സംഘം ഇല്ലാത്തൊരു ദൈവമാണ് യേശുക്രിസ്തു. ഇതൊക്കെ എത്ര അഭിമാനമുള്ള കാര്യമല്ലേ? പോട്ടെ. അപ്പോൾ അങ്ങനെ ഈ പുസ്തകം വലിച്ചെറിഞ്ഞ ഉമ്മ പിന്നത്തേതിൽ ദൈവത്തെ അറിഞ്ഞു. പോട്ടെ. അന്ന് ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വേദപുസ്തകത്തിൻ്റെ സത്യം മനസ്സിലായത്. അതുവരെ ചില ആളുകൾ പറഞ്ഞ ചിന്ത എൻ്റെ തലച്ചോറിലും ഉണ്ടായിരുന്നു. നിങ്ങൾ അല്ലാഹു എന്ന് വിളിക്കുന്നു, ഞങ്ങൾ യഹോവ എന്ന് വിളിക്കുന്നു, നിങ്ങൾ യേശുക്രിസ്തു എന്ന് വിളിക്കുന്നു, ഞങ്ങൾ ഈസാ നബി എന്ന് വിളിക്കുന്നു, ഇതൊക്കെ ഒന്ന് തന്നെയാണ് എന്നൊക്കെ ആരോ പറഞ്ഞ ചിന്ത തലച്ചോറിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും തമ്മിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ യഹോവ എന്ന് വിളിക്കുന്ന ദൈവവും ആ പുസ്തകത്തിൽ പറയുന്ന അല്ലാഹുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ യേശുക്രിസ്തു എന്ന് പറയുന്നതും ഈസാ നബി എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഉണ്ടെന്നും ഒന്നാണെന്നൊന്നും ആരോടും പോയി പറഞ്ഞേക്കരുത്. ഒന്നാക്കണ്ട. ആമേൻ. അപ്പോൾ അങ്ങനെ വായിക്കും തോറും ഈ പുസ്തകത്തോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അങ്ങനെ വായിച്ചപ്പോൾ ഷമീർ അബ്ദുൽ സലാമിന് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്നാണ് ഇന്ന് രാത്രി ശാന്തമായി ഇനിയുള്ള സമയം അടുക്കടുക്കായി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ. എന്താ എനിക്ക് മനസ്സിലായത് ഈ പുസ്തകത്തിൽ നിന്ന്? ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളും പുസ്തകത്തിൽ നോക്കുക, അങ്ങനെ തന്നെയാണോ എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ. എന്ന് ഈ പുസ്തകമെടുത്ത് 2002 ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിയോ, അന്ന് ബന്ധത്തിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അന്ന് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ന്യായമായി കിട്ടേണ്ടുന്ന 1 സെന്റ് ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞിറക്കി വിട്ടു. ഒരുപക്ഷെ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു, നീ പെന്തക്കോസി തുള്ളാൻ പോയെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക വരുവടാ, അന്ന് തരും ഓഹരി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ എൻ്റെ ബാപ്പയുടെ ആളുകളോട് ഞാൻ പറഞ്ഞ വാചകം ഇങ്ങനെയാ, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടി അല്ലടാ എന്ന് പറഞ്ഞിട്ടാണ് 2002 ഇറങ്ങിയത്. ഇന്ന് വരെ തെണ്ടിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് എനിക്ക് ഈ ദൈവത്തെ കൂടുതൽ വിശ്വാസം. ആര് എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം 23 വർഷം നടത്തിയ ദൈവത്തെ നാളെയും വിശ്വാസം. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ദൈവത്തെ. അപ്പോൾ അതുകൊണ്ട് 2002 അങ്ങനെയാണ് ഇറങ്ങിത്തിരിച്ചത്. ഒരു കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയാം, പരിസരത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഇന്ന് പ്രാർത്ഥനയും ദൈവത്തെ വിളിക്കുന്നതും കൺവെൻഷന് പോകുന്നതും ആരാധിക്കാൻ വരുന്നതൊക്കെ ഒരു തമാശയായി മാറിയിരിക്കുന്ന കാലമാണ്. ഇന്ന് ദൈവവും ദൈവിക കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് പിള്ളേർക്ക് ചിരിക്കുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുന്നില്ലേ ഓരോ ദിവസവും വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ സുവിശേഷകന്മാരെ ആക്രമിക്കുന്നതും ഉപദ്രവിക്കുന്നതും? ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസനെ ചാണകം തീറ്റിച്ച സംഘികളെ കുറിച്ച് നിങ്ങൾ വായിച്ചില്ലേ? അങ്ങനെയുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തലച്ചോറിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ഈ മർദ്ദനമേൽക്കാനും അക്രമമേൽക്കാനും ഉപദ്രവമേൽക്കാനും മരണപ്പെടാനും ചാണകം തിന്നാനും ഒക്കെ തയ്യാറാകുമ്പോൾ ഇവരുടെ എല്ലാം മുമ്പിൽ അവർ അവസരം കൊടുക്കുന്നുണ്ട്. അവസരം കൊടുക്കുന്നില്ലേ? കാണുന്നില്ലേ? അവസരം കൊടുക്കുന്നുണ്ട്. എന്തവസരം? നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ, അല്ല ഈ കഷ്ടം അനുഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവർ വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യം പറഞ്ഞിട്ട് പോകണമെന്ന് പറയുമ്പോൾ അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ കഷ്ടത്തിലേക്കും ഈ ദുരിതത്തിലേക്കും ഈ മരണത്തിലേക്കും അവർ നീങ്ങുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവരെല്ലാം മണ്ടന്മാരാണോ? ആണോ? ഒന്നുകിൽ അവരെല്ലാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടന്മാരും മണ്ടന്മാരും, അതല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. എന്തിനാ ഇതൊക്കെ കേൾക്കണേ? നമ്മുടെ നാട്ടിലെ ഒരു ക്രിസ്ത്യാനിയോട് സുവിശേഷം പറഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ 5 അച്ഛന്മാരുള്ളതെന്ന് പറയും. പേടിയാ. ഞങ്ങളുടെ കുടുംബത്തിൽ കന്യാസ്ത്രീകളുള്ളതാ, ഞങ്ങൾക്ക് പേടിയാന്ന് പറയും. പക്ഷേ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നോക്ക്, നിസാരമായി അറുത്തുമാറ്റുവാനും കത്തിച്ചു കളയുവാനും ഇത്രമാത്രം പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും അവരാരും എന്തുകൊണ്ട് ഈ യേശുവിനെ വേണ്ടാന്ന് വെക്കുന്നില്ല? മണ്ടന്മാരായിട്ടാണോ?
പൊട്ടന്മാരായിട്ടാണോ? അല്ല കേട്ടോ, ഇത് തമാശക്കളിക്കിറങ്ങിയ മാർഗമല്ല, ഇത് കുഞ്ഞുകളിക്കിറങ്ങിയ മാർഗമല്ല. ഇതിൻ്റെ പിന്നിൽ ചില സത്യങ്ങളുണ്ട്. അത് ദൈവമക്കൾ മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ദൈവകുഞ്ഞുങ്ങൾ പറയും, ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കടന്നു വന്ന ദൈവമക്കൾ ഏറ്റവും ഗൗരവത്തോടെ കേൾക്കണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷ യോഗം നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ യേശുക്രിസ്തുവിലേക്ക് തിരിയുന്നത്? ബാപ്പയുടെ കുടുംബവും ഉമ്മയുടെ കുടുംബവും രക്തബന്ധങ്ങളും ഒക്കെ പുറത്താക്കിയിട്ടും തെരുവിൽ ഉറങ്ങേണ്ടി വന്നിട്ടും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ബൈബിളും പിടിച്ച്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന് കൊടുക്കാൻ ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഞാനും എൻ്റെ ഭാര്യയും ഈ പുസ്തകവുമായി മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഉറങ്ങിയിട്ടുണ്ടെന്ന്. അന്നും പുസ്തകം മുറുകെ പിടിച്ചു നിന്നു. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. വല്ല കിടക്കാടുമൊക്കെ ഉണ്ടായത് ഈ അടുത്താന്നേ. അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഈ പുസ്തകവും പിടിച്ചു നിന്നത് ഒരു പൊട്ടത്തരമായി ആരും കാണരുത്, മണ്ടത്തരമായി കാണരുത്. ഒരു മിനിറ്റ് ഞാൻ ഒരു വീഡിയോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ക്രിസ്ത്യാനിയായിപ്പോയി, ഞാനിതാ തിരിച്ചു വരുന്നു എന്ന് 1 മിനിറ്റത്തെ വീഡിയോയുടെ മുമ്പിൽ പറയാൻ തയ്യാറായാൽ, ഞാൻ പറയുന്ന സ്ഥലത്ത്, പറയുന്ന വീട്, പറയുന്ന ബ്രാൻഡ് കാർ, പറയുന്ന ബാങ്ക് ബാലൻസ് ഇട്ട് തരാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഓഫർ ചെയ്ത ഓഫർ എൻ്റെ മാതാവ് നിരസിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും യേശുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നാണ് ഇവിടെ വരെ ഈ പുസ്തകവുമായി നിൽക്കുമ്പോൾ ഓർക്കണം, ഒരബദ്ധം പറ്റി ഇറങ്ങിയതല്ല പ്രിയപ്പെട്ടവരെ, ഒരു മണ്ടത്തരം കാണിച്ചിറങ്ങി തിരിച്ചതല്ല. ഇതിൻ്റെ അകത്ത് ചില സത്യങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയണം. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന ദൈവവചനം ഏറെ ഗൗരവത്തോടെ കേൾക്കണം. എന്താ നിനക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലായത് എന്ന് എന്നോട് ചോദിച്ചാൽ, മനസ്സിലായ കാര്യം ഇനി അടുക്കടുക്കായി പറയാം. ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം. ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ചരാചരങ്ങൾ ഉണ്ടാകട്ടെ, കന്നുകാലി ഉണ്ടാകട്ടെ, മൃഗജാതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല പ്രിയപ്പെട്ടവരെ, അവിടെ വ്യത്യസ്തമായൊരു ചിന്ത കണ്ടു. ആമേൻ. സൃഷ്ടാവായ ദൈവം നിലത്തെ പൊടിമണ്ണുകൊണ്ട് മനുഷ്യരൂപം നിർമ്മിച്ച് അനക്കമില്ലാതിരിക്കുന്നവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതുകയും മനുഷ്യൻ ജീവനുള്ളവനായി തീരുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ എഴുതിയിരിക്കുന്ന ഒരു പദം ശ്രദ്ധിക്കണം. ഇങ്ങനെ യഹോവയായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ പദം മൃഗങ്ങളെക്കുറിച്ച് എഴുതിയില്ല, കന്നുകാലിയെക്കുറിച്ച് എഴുതിയില്ല, ചരാചരങ്ങളെക്കുറിച്ച് എഴുതിയില്ല, മത്സ്യത്തെക്കുറിച്ച് എഴുതിയില്ല, പറവയെക്കുറിച്ച് എഴുതിയില്ല. അർത്ഥാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി ഞാനും നിങ്ങളും മാത്രമാണ്, മനുഷ്യനാണ്. എന്താ സാദൃശ്യം, സ്വരൂപം? അർത്ഥാൽ ഫോട്ടോസ്റ്റാറ്റായിട്ട് സൃഷ്ടിച്ചെന്നാണോ? അല്ല. പിന്നെ പറവജാതിക്കില്ലാത്ത, മൃഗജാതിക്കില്ലാത്ത, കന്നുജാതിക്കില്ലാത്ത, ഇടജാതിക്കില്ലാത്ത ആമേൻ ഒരു പ്രത്യേകത എനിക്കും നിങ്ങൾക്കും തന്നു. എന്താ? ആമേൻ. വിലപ്പെട്ട ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. ശരിയല്ലേ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? പറ, വേഗം പറ. ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എടി രമണി, വീട്ടിലെ പട്ടി ചത്തു, അടുത്ത ആഴ്ച 16 അടിയന്തരവാടി, ഇഡലി തിന്നാൻ വരണമെന്ന് കാർഡടിച്ച് വിളിക്കാറുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനി വിളിക്കാറുണ്ടോ? അറിയാമേ, വീട്ടിലെ പശു അങ്ങ് ചത്തു, അടുത്ത ആഴ്ച പാട്ട് കുർബാനയ്ക്ക് അച്ഛനൊക്കെ വരുന്നുണ്ട്, നിങ്ങളും വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ എരുമ ചത്തുപോയി, 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മൃഗങ്ങൾ ചത്താൽ കുഴിച്ചിട്ട് വിഷയം തീരുമ്പോൾ മനുഷ്യൻ മരിച്ചാലോ മാമേ? ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന, ചടങ്ങുകൾ ശേഷിക്കാൻ കാര്യം എന്താ? ഇവൻ്റെ അകത്ത് വിലപ്പെട്ട ഒരു ആത്മാവുണ്ടെന്നും അതിന് മോക്ഷം ലഭിക്കണമെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ തലയ്ക്കകത്ത് ബോധമുള്ളത് കൊണ്ടാണ് ശേഷക്രിയകൾ നടത്തുന്നതിൻ്റെ കാരണം. ശരിയാണോ? അപ്പോൾ വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനോഹരം. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എത്ര മനോഹരം അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വർഗീയതയില്ല. ആമെ ഹിന്ദുവായി സൃഷ്ടിച്ചെന്നില്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്നില്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഞാൻ തൊടത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെ സൃഷ്ടിച്ചെന്നാ പറഞ്ഞേ? ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അർത്ഥാൽ സ്വർഗത്തിലെ സൃഷ്ടാവ് ഈശ്വരൻ പടച്ചവൻ ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ആകെ കൂടെ കാണുന്ന 2 ജാതിയെ ദൈവത്തിൻ്റെ കണ്ണിലുള്ളൂ. ഒന്ന് ആണും ഒന്ന് പെണ്ണും. ബാക്കിയുള്ള മുഴുവൻ നാശകോടാലി ആരുണ്ടാക്കിയതാ? ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കി വെച്ച മെനയാ. മനസ്സിലായോ? ദൈവമാണോ ഇതൊക്കെ തരം തിരിച്ചേ? എടാ, സകലത്തെയും സൃഷ്ടിച്ച ദൈവം. ആ ദൈവമാണ് പൊട്ടനെയും ചട്ടനെയും ചെകിടനെയും കറുത്തവനെയും വെളുത്തവനെയും എല്ലാം സൃഷ്ടിച്ച ആ ദൈവമാണ്. എന്നിട്ട് ദൈവം പറയാം, എനിക്ക് കറുത്തവനെ ഇഷ്ടമല്ല, വെളുത്തവനെ ഇഷ്ടം. അങ്ങനെ ഒരുത്തന്നെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവം ജാതി മതമൊന്നും വേർതിരിച്ചിട്ടില്ല. ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പിന്നെ ഒരു സംശയം കൂടെ മാറി. സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന? കുരങ്ങിന്നാന്ന്. പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി കുരങ്ങിന്നും പുഴുവെന്നൊന്നുമല്ല, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. ഇത് ചില ആളുകളടുത്ത് പറഞ്ഞു കൊടുത്താലും നമ്മൾ അങ്ങനെയാണ്. തിരുവനന്തപുരം മ്യൂസിയത്തിലും ശാസ്താംകോട്ടയിലും ഒക്കെ ഇഷ്ടംപോലെ കുരങ്ങ് ഇപ്പോഴും കിടപ്പുണ്ട്. എന്താ, ഓരോ ആഴ്ചയിൽ ഓരോ മനുഷ്യൻ വരാത്ത, ഒരാഴ്ച നാരായണൻകുട്ടി, അടുത്ത ആഴ്ച തോമസ് കുട്ടി, പിറ്റത്തെ ആഴ്ച മുഹമ്മദ് കുട്ടി. കുരങ്ങുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇത് പറഞ്ഞു കൊടുത്താലും ചിലത് ഒറ്റക്കാലം നിൽക്കും. താങ്കൾ എന്തോ പറഞ്ഞാലും ശരി, മനുഷ്യൻ കുരങ്ങിന്ന
കുരങ്ങിന്ന് അങ്ങനെ പറയുന്നതിനോട് വഴക്കിടാനൊന്നും നിൽക്കരുത്. നമ്മൾ സ്നേഹത്തോടെ പറയണം, ശരി ചേട്ടാ, നിങ്ങളുടെ വലിയപ്പൻ കുരങ്ങൻ, ഞങ്ങളുടെ അങ്ങനല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് വിടണം. വഴക്കിടാൻ നിൽക്കരുത്. സ്വന്തം വലിയപ്പച്ചൻ കുരങ്ങനാന്ന് പറയുന്നതിനോട് പിന്നെ അടി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വേദപുസ്തകം ചില നല്ല ചിന്തകളും കൂടെ തലയ്ക്കകത്ത് തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളാൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വർഗീയതയില്ല, ആർക്കും ദോഷമുണ്ടാക്കുന്നൊന്നുമില്ല. അങ്ങനെ ഉലകത്തിലെ ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് വേഗം പറ. ആദാം. പെണ്ണിൻ്റെ പേര് ഔവ. കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏദൻ. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാസ് ഒന്നുമല്ല, യഹോവയായ ദൈവം. ആദ്യത്തെ കല്യാണം അല്ലേ? ഇത്ര മനോഹരമെന്ന് നോക്കിയേ. ഇപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം എങ്ങനെ നടന്നതും കൂടെ ഒന്ന് പറയാവോ ഉപദേശി? പിന്നെന്താ പറയാം. ആദമെന്ന് പറയുന്ന ചെറുക്കൻ അവിടെ ഏദൻ തോട്ടത്തിൽ നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നു പോയി പൊട്ടിച്ച് ഔവ്വായുടെ കഴുത്തേലൊരിട്ട് മുറുക്കി. ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറി ഇന്ന് കൂന്നഞ്ചാറ് കൂവലൊക്കെ കൂവി. അങ്ങനെ വല്ല മുറുക്കിയെന്നുണ്ടോ ബൈബിളിൽ? ഉറക്കെ പറ. അങ്ങനെ വല്ല മുറുക്കിയോ? അങ്ങനെ ഒന്നും മുറുക്കിയില്ല. അതാ ഈ പെന്തിക്കോസുകാർ മുറുക്കാത്ത. ഇനി ചോദിക്കരുത്, അയ്യോ കർത്തകരോട് പോലും വലിയ ഓടി ഇല്ല, ഇല്ലെന്ന് ഇല്ല. അത് പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത. അതുകൊണ്ട് ഇനി ചോദിക്കരുത്. പിന്നെ ആരാ ഉപദേശി മുറുക്കൊക്കെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ അത് ഇരുകാലി മനുഷ്യൻ കണ്ടുപിടിച്ചവനെ. എന്തിനാ? അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ച അടുത്ത മുറുക്കാൻ. അപ്പം ഇവൻ ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച സൂത്രമാണ് എന്ത്? മുറുക്ക്. അയ്യോ, ഇത് ചിരിക്കാൻ പറഞ്ഞല്ല. ദൈവം യോജിപ്പിച്ച നിലയിൽ യോജിപ്പിക്കപ്പെട്ടാൽ ഒരു പ്രശ്നമുണ്ട്, ഒരു കുടുക്കുണ്ട്. എന്താ കുടുക്ക്? ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം എന്നാണ് ദൈവം യോജിപ്പിച്ച ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരം അങ്ങോട്ട് യോജിച്ചു കഴിഞ്ഞാൽ കുടുങ്ങി. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസമില്ലെങ്കിൽ പിള്ളേരുടെ അടുത്ത് ലാബി കൊണ്ട് തൂക്കിയിടുന്നു പഠിക്കാൻ. ഇനിയിപ്പം മാംസമുണ്ട്, അസ്ഥി ഇല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമോ? ഇല്ല, മാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ കിടക്കുക. അപ്പം അസ്ഥിയും മാംസം ഉണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കൂ, നിങ്ങളിങ്ങനെ ഇരിക്കൂ. അപ്പോൾ തന്നെ ഷമീർ കൊല്ലത്തിൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്നൊരു ദിവസമുണ്ട്. എന്നാ ഷമീർ കൊല്ലം മരിച്ച് പെട്ടിയിലാക്കി ഇതുപോലെ പന്തലിട്ട് കൊണ്ടുവച്ച് നിങ്ങളെല്ലാം വന്നിരുന്ന്, നിങ്ങളൊക്കെ വരുമോ? എല്ലാവരും വരണം. എല്ലാവരും വന്നിരുന്ന് ഇതുപോലെ ദൈവദാസന്മാരും വന്നിരുന്ന് എന്നെക്കുറിച്ച് അയ്യോ പിന്നെ ഇപ്പോൾ പറയുന്നൊന്നുമല്ല. അന്നേരം പിന്നെ ഞാൻ ധീരെ പോരാളിയായ പൗലോസൊക്കെ ആയി മാറിക്കളയും. അത് കേൾക്കാൻ എനിക്കൊട്ട് ഭാഗ്യവും. അതാണ് എൻ്റെ സങ്കടം. പോട്ടെ. അപ്പോൾ ഏതായാലും ഇങ്ങനെ മരിച്ചു കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോയി കല്ലറയിൽ അടക്കി വെച്ച് മണ്ണുമൊക്കെ ഇട്ട് ഉഴുന്നുവടയും ചായം കഴിച്ച് നിങ്ങളൊക്കെ പോയി മണിക്കൂറുകളൊക്കെ കഴിയുമ്പോൾ എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് മരണമെന്ന പ്രോസസ്സിലൂടെ. അപ്പം ദൈവം യോജിപ്പിച്ച വിവാഹത്തിൻ്റെ പ്രത്യേകത അത് മരണത്താലല്ല, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് കയറിയപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി, ചാകുന്നവരെ ഇതിനെയൊക്കെ ചുമക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ അവൻ കണ്ടുപിടിച്ച സൂത്രമാണ് മുറുക്ക്. മനസ്സിലായോ? കാരണം എന്താ? ദേഷ്യം വരുമ്പോൾ ഇതങ്ങ് വലിച്ചു പൊട്ടിച്ചിട്ട് എനിക്ക് ഇതിനെ വേണ്ടാടി എന്ന് പറഞ്ഞാൽ ഇവന് സിമ്പിളായിട്ട് ഊരാം. പക്ഷേ ദൈവ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഊരാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാ ആമേ പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ ഞങ്ങൾ ഉപദേശമായിട്ട് അടുക്കുക ആരും ഡൈവോഴ്സും കൊണ്ടൊന്നും വരാതെ ഞങ്ങൾ ഓടിക്കും. വല്ല മനസ്സിലായോ? അതുകൊണ്ട് മുറുക്കിലൊന്നും കാര്യമില്ല മാമേ. ഇപ്പം ചില ആളുകൾ ചിന്തിച്ച് എനിക്കറിയാം, ഞങ്ങളുടെ അവിടെ ഒരു ഉപദേശി 4 കെട്ടിച്ചെന്ന്. അതൊക്കെ തൊഴിലുറപ്പിന് പോകുന്നവന്മാർ ഉപദേശി പണിക്ക് ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. വേദപുസ്തകം അനുസരിക്കുന്നവരാരും ആ പണി ചെയ്യത്തില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ അവരെ ദൈവം യോജിപ്പിച്ചു. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. 1-ാം ഘട്ടം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മനോഹരമായിട്ട് പോകുന്നു. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, മനോഹരമായിട്ടിരിക്കുന്നു. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ല. എത്ര മനോഹരം അല്ലേ? ഇതാണ് ബൈബിളിൻ്റെ 1-ാം ഘട്ടം. ഇനി ശ്രദ്ധിച്ചോ, ഗൗരവമായ 2-ാം ഘട്ടത്തിലേക്ക്. സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സൃഷ്ടിയായ മനുഷ്യൻ ഇരിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തവനെ കുറിച്ച് കണ്ടു. പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ മനുഷ്യൻ വിവിധ പേരുകളിൽ സംബോധന ചെയ്യുന്നവൻ പിശാച്. 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ടോ ഉപദേശിമാർ ആരെ പറയുന്നത് പിശാചുണ്ടെന്നൊക്കെ? ചുമ്മാ പിള്ളേർക്ക് ചിരി വരും. പിശാചൊന്നും ഇല്ലെന്ന്. എന്താ ഈ പിശാച്? ചില ആളുകൾ വിചാരിച്ചിരിക്കുന്ന പിശാച് എന്ന് പറഞ്ഞാൽ പണ്ട് ഒനിടാറ്റിയുടെ പരസ്യത്തിലൊരു മൊട്ടത്തലയും വരുമായിരുന്നു, കണ്ണും തള്ളി കൊമ്പും വെച്ച് വല്ലുന്തി വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനൊരു രൂപമാണെന്ന പലരുടെയും ചിന്ത. വേദപുസ്തകം അങ്ങനെ രൂപത്തെക്കുറിച്ച് പറയുന്നില്ല. വേദപുസ്തകത്തിലെ ചില പരാമർശം ശ്രദ്ധിക്കണം. ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങൾ. അർത്ഥാൽ ഇവനൊരു ആത്മാവാണ്. എന്താത്മാവ്? ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവൽ സ്പിരിറ്റ്. പക്ഷേ ഇവൻ എന്നും പ്രവർത്തിക്കാൻ ചില ശരീരങ്ങളെ സെലക്ട് ചെയ്യുന്നു എന്ന് കാണാം. അത് മനുഷ്യൻ്റെ ശരീരമായാലും അവന് പിണക്കമില്ല, മൃഗമായാലും പിണക്കമില്ല. ബൈബിളിൽ തെളിവുണ്ടോ ഉപദേശി?
കേസുണ്ട്. ഗദരദേശത്ത് ഒരു മനുഷ്യൻ്റെ മേൽ കയറി, കർത്താവ് വന്ന് ശാസിച്ചപ്പോൾ പന്നിയിലേക്ക് കയറി. മനുഷ്യനായാലും മൃഗമായാലും അവൻ കയറും. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. അയ്യോ ഉപദേശി, ഏത് മനുഷ്യനെയാ ഈ പിശാച് ഉപയോഗിക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം. തിരുവഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഒന്നുകൂടി പറയാം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അർത്ഥാൽ യേശു ക്രിസ്തു അകത്തില്ലാത്ത സകല ശരീരത്തിലും അവൻ ആക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് യേശു ക്രിസ്തു കടന്നു വരണമെന്ന് പറയുന്നു. ക്രിസ്തു നിന്നിൽ വസിച്ചാൽ നിന്നിൽ പിശാചിന് യാതൊരു അവകാശവും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇരുട്ടിൻ്റെ ആത്മാവെന്നത് പിശാച്. അല്ല, ചില ആളുകൾ പറയുന്ന പിശാച് എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റ് വരെ വന്ന് എത്തി നോക്കുന്ന പിശാച് എന്നാണ് ചിലരുടെ ചിന്ത. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച മെനയാണ്. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷവും വരുത്താൻ വരത്തില്ല. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞ അപ്പൂപ്പൻ കൊച്ചുമോളെ കല്യാണം മുടക്കുന്ന ഒരുത്തം പറയും, ചുമ്മാതാ. മരിച്ചു പോയ ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കാൻ വരത്തില്ല, അങ്ങനെ ആരും പേടിക്കണ്ട. ചുവന്ന ചുരിദാർ ഇട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും, ദൈവം എന്നെ തുണിക്കച്ചവടം നടത്തുമോ, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തു. എനിക്ക് അതിനേക്കാളും മനസ്സിലാകാത്ത ഒരു സംശയം ഇപ്പോഴും ഉണ്ട്. ഈ ചത്ത് കഴിഞ്ഞിട്ട് വരുന്ന പ്രേതങ്ങളെല്ലാം പെണ്ണുങ്ങളാണ്. അതിൻ്റെ ആണുങ്ങളെ വിടാത്ത ഇവന്മാർ ചാകുന്നില്ലേ? എത്ര എണ്ണം ചാകുന്നുണ്ട്? അവരെ ആരും വിടുന്നില്ല. വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങൾ. അപ്പോൾ ഈ സഹോദരിമാർ പ്രതിഷേധിക്കേണ്ട കാലം, ഞങ്ങളെ മാത്രം എന്താ യക്ഷിയാക്കുന്നത്, ഇനി കുറച്ച് കാലം ചെറുക്കന്മാരാകട്ടെ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാന്ന് മനസ്സിലാക്കിക്കോണം. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷവും വരുത്തത്തില്ല. ചിരിക്കാൻ പറഞ്ഞതല്ല. പിന്നെ മരിച്ചവരെവിടെയാണെന്നൊരു ചോദ്യത്തിന് ഉത്തരം സമയമുണ്ടെങ്കിൽ ഒടുവിലായി വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു തരാം. ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ദോഷം വരുത്താൻ വരത്തില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കി. ഇതൊക്കെ സീരിയലുകാർ ഒത്തിരി മേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തീരദേശത്ത് സുവിശേഷം അറിയിച്ചു തീരദേശം അറിയാമല്ലോ, നീണ്ടകര നമ്മുടെ ശക്തികളും കൂടെ തീരദേശത്ത് സുവിശേഷം അറിയിച്ചു പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനി അച്ഛൻ വള്ളപ്പണിക്കെന്തോ പോകുന്ന അങ്ങനെ കൈലിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. മൂർക്കാൻ വായിലുമുണ്ട്, നെഞ്ചത്ത് വലിയൊരു കുരിശുമുണ്ട്. ഉടുപ്പിട്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇതെന്നാച്ചാൽ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നത്, നിങ്ങൾ ഉപദേശമാർക്കൊന്നും അറിയത്തില്ലയോ എന്നാന്ന് ചോദിച്ചു. കുരിശ് കണ്ട പിശാച് അടുക്കിയാലോ ഉപദേശിക്കുന്നു. അപ്പം നമ്മൾ ചോദിച്ചാൽ അച്ഛാ, ഞാൻ ബൈബിൾ മൊത്തം വായിച്ച മനുഷ്യനാണല്ലോ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതെവിടെയാണ് ബൈബിളിലെ ഭാഗ്യം? ബൈബിളിലല്ല ഉപദേശിച്ച്, സീരിയലിലാന്ന്. മനസ്സിലായോ? സീരിയലിൽ പിശാച് ഇങ്ങനെ പാട്ടും പാടി പുകച്ച് വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കണ്ടപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, കുരിശ് കണ്ട പിശാച് പ്രകാശം കുരിശിൽ നിന്ന് ഇങ്ങനെ വരുന്നു, പിശാച് ഓടുന്നത് കാണുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത കയറി. പോട്ടെ, ഇങ്ങനെ മനുഷ്യന്മാരുടെ അകത്ത് പല ചിന്തയാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. അച്ഛൻ അറിയാമോ? നിങ്ങൾക്കറിയാമോ? സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണ് പിശാചിൻ്റെ പൊടി പോലും കാണാത്ത സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരിയല്ലേ? ദൈവത്തിൻ്റെ പ്രകാശം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ അല്ലേ കുർബാന കഴിക്കേണ്ട ദൈവ സാന്നിധ്യം? പോയാലോ? അപ്പോൾ ചിലർ ചിന്തിക്കാം, ഞാൻ അത് ഇതുവരെ ചിന്തിക്കണം. അങ്ങനെ എന്തെല്ലാം ഇനി ചിന്തിക്കാൻ കിടക്കുന്നു, ഇച്ചിരി കഴിഞ്ഞ് പറയാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചേ, അപ്പം ഇതൊക്കെ ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനകേടാ. അതുകൊണ്ട് ഇതൊക്കെ വിട്ടുകളെ പോട്ടെ. അപ്പോൾ അങ്ങനെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ രംഗപ്രവേശം. സുട്ടാവിൽ നിന്ന് സുട്ടിയായ മനുഷ്യനെ അകറ്റണം. കഥയൊക്കെ നമുക്കറിയാം, അവിടെ അങ്ങ് നിൽക്കുന്നില്ല, ഒത്തിരി പറയാൻ വേറെ ഉണ്ട്. അപ്പോൾ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുക. അന്നും ഇന്നും എന്നും അവൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുക, അഥവാ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക. ഇതാണ് അവൻ്റെ ലക്ഷ്യം. എല്ലാ കാലത്തും അവൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ലോകത്തിൽ വേറെ എന്ത് കാര്യത്തിന് പോയേ ആർക്കും ഒരു പിണക്കമില്ല. നിങ്ങൾ ഈ ലോകത്തിൽ തുള്ളാൻ പോയ കുഴപ്പമില്ല, കുടിച്ചു കിടന്ന കുഴപ്പമില്ല, മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ യോഗത്തിൽ വചനം കേൾക്കാൻ പോയെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ കോവളത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ രണ്ട് സഹോദരിമാർ പ്രസംഗം കേൾക്കാൻ വന്നവർ യോഗം കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യൂട്യൂബിലൊക്കെ പ്രസംഗം കേട്ടോണ്ട് ഞങ്ങൾ ഓടി വന്നതാണ്. അപ്പോൾ സാരിയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചേക്കുക. ഞാൻ ചോദിച്ചാൽ എവിടാ വീട്? ഇവിടെ അടുത്താ. എന്തുവാ പേര്? ഞങ്ങളുടെ പേരൊന്നും നാളത്തെ പ്രസംഗത്തിൽ പറയരുത്. ഞാൻ പറഞ്ഞു, അതെന്താ? ഇവിടെ വരരുതെന്ന് പള്ളി വിലക്കിയൊക്കെ വന്നു. പള്ളി വിലക്കിയിട്ടുണ്ടെന്ന് പള്ളിക്കാരാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്നെ ഇവിടെ ചീത്ത വല്ലതും വിളിച്ച് പറയുവാണോ? ദൈവവചനമല്ലേ പറയുന്നത്, വിലക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. അയ്യോ അതൊക്കെ അങ്ങനെ പാസ്റ്ററെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, വാസ്തവത്തിൽ ഒരു മനുഷ്യനെ വിലക്കേണ്ടത് ഞാൻ നിങ്ങളോട് ചോദിക്കുക, സത്യസന്ധമായി ചോദിക്കുക, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടിലെ ബൈബിളിലും ഇല്ലേ? ഉണ്ട്. ഇനിയിപ്പോൾ ആ വാക്യം ദൈവം ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അത് നമ്മുടെ മറ്റേ ചക്കപ്പറമ്പിലെ ചാക്കോച്ചന അത് ബാധകമല്ല എന്ന് ദൈവം പറയുമോ? ഇല്ലല്ലോ. മുഖപക്ഷമില്ലാത്ത ദൈവം എഴുതി വെച്ചിരിക്കുന്നു, മദ്യപാനി ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ പേരിൽ പോലും കുപ്പി പൊട്ടിക്കുന്ന ക്രിസ്ത്യാനി അല്ലേ ആദ്യം വിലക്കണ്ടേ? വേണ്ടേ?
ബിവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവനെ കാണുമ്പോൾ പുരോഹിതൻ പറയണ്ടേ, എടാ നീ ഇങ്ങനെ പോയാൽ നരകത്തിൽ പോയി വീഴുവിടാ, അതുകൊണ്ട് ഈ പണി നിർത്തിയേച്ചല്ലാതെ മേലെ നീ പള്ളിയിൽ കയറുന്ന അവനോടല്ലേ പറയണ്ടേ? അതൊട്ട് പറയുന്നുണ്ടോ? കള്ളു കുടിച്ചാലും പ്രശ്നമില്ല, എങ്ങനെ നടന്നാൽ, കാരണം അവൻ നരകത്തിൽ പോയാൽ വേദനിക്കുന്ന ഒരു ഹൃദയമൊന്നും ഇവിടെ മറ്റൊരാൾക്കുണ്ടാകണമെന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അകത്തുള്ളൊരു ദൈവവൈതൻ്റെ ഹൃദയം വേദനിക്കും. മറ്റൊരുത്തൻ നശിച്ചു പോകുന്ന കാണുമ്പോൾ, അവൻ നരകത്തിലേക്ക് പോകുന്ന കാണുമ്പോൾ, അവൻ ഈ സത്യം അറിയുന്നില്ലല്ലോ ദൈവമേ നോർക്കുമ്പോൾ ഈ അകത്തുണ്ടാകുന്നൊരു പെയിനാണ് ഈ നാണം കെട്ട് സുവിശേഷം പറയാൻ പിന്നെയും പിന്നെയും പിറകി വരുന്നതെന്ന് ഓർക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ആമേൻ. ഈ ഇരുട്ടിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചു. അതുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഏകനാൽ പാപവും പാപത്താൽ മരണം ലോകത്തിൽ പ്രവേശിച്ചു, സകല മനുഷ്യരും എന്തായി? പാപികളായി. അപ്പം സകല മനുഷ്യരും പാപത്തിലായി. ശ്രദ്ധിച്ചേ, ഇവിടെ 2-3 ചോദ്യങ്ങൾ നമ്മുടെ തലച്ചോറിനകത്ത് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ തലച്ചോറിലും വന്നതാണ്. എന്താ? ഈ ആദമോവയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകും? നല്ല ചിന്തയല്ലേ? അതെ. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങ് പാപിയായാൽ പോരെ, ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നല്ല ചോദ്യമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചില ചിന്തകൾ അകത്തേക്ക് കയറി. അപ്പോൾ ഈ ആദമോവയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകുമെന്ന് ചിന്തിക്കുന്നിടത്ത് വേദപുസ്തകം തരുന്നൊരു മറുപടി ശ്രദ്ധിക്കണം. അതിനു മുമ്പ് ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാം. ഈ രാജ്യത്ത്, ലോകത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തൊരു രോഗം നിലവിലുണ്ട്, HIV, എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗം. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞാരായിരിക്കും? പറഞ്ഞ് എയ്ഡ്സ് രോഗിയായിരിക്കും അല്ലേ? ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഒരാൾക്ക് പറഞ്ഞു തരാമോ എനിക്ക്? ഈ ചോരക്കുഞ്ഞ് ചെയ്ത കുറ്റം എന്താ? ഈ കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഈ കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ കുഞ്ഞ് എയ്ഡ്സ് രോഗിയുടെ ഉപകരണങ്ങൾ വല്ലതും എടുത്ത് ഉപയോഗിച്ചോ? ചോരക്കുഞ്ഞ്, തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞ് ഇല്ല, പക്ഷെ കുഞ്ഞു രോഗിയാ. എങ്ങനെ സംഭവിച്ചു? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത തലമുറ ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നു. മെഡിക്കലിന് എതിർപ്പില്ല, ഡിഗ്രിക്ക് എതിർപ്പില്ല, ഒറ്റ സയൻസും എതിർക്കുന്നില്ല. കാരണം അവർക്ക് പറയാനൊരു ഉത്തരവുണ്ട്, അത് രക്തത്തിലൂടെ അടുത്ത തലമുറയിലേക്ക് വന്നതല്ലേ പാസ്റ്റർ എന്ന്. ആണല്ലോ? അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വരും എന്നതിന് വേദപുസ്തകം പറയുന്നൊരു മറുപടി ഒന്ന് കാതു തുറന്ന് കേൾക്കണം. ഒന്ന് വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 17:26. പ്രവൃത്തി 17:26 ഒന്ന് ഉറക്കെ വായിച്ചു കൊടുത്താട്ടെ. 17:26. ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. സഹോദരി ഒന്ന് ശ്രദ്ധിച്ചേ, അവിടെ 2 പദമുണ്ട്. അവൻ എന്നൊരു പദമുണ്ട്, അത് ദൈവത്തെ കുറിക്കുന്നു. ഒരുത്തൻ എന്നൊരു പദമുണ്ട്, അത് ആദമിനെ കുറിക്കുന്നു. അങ്ങനെയാണല്ലോ? അപ്പം നമുക്ക് അത് അങ്ങനെ തന്നെ ഒന്ന് വായിക്കാം. ഈ പുറത്തുള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവനെന്നുള്ളിടത്ത് ദൈവമെന്നും ഒരുത്തൻ എന്നുള്ളിടത്ത് ആദമൻ ചേർത്തൊന്ന് വായിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തൻ അഥവാ ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. എല്ലാവരും കാതു തുറന്ന് കേട്ടോ. ഭൂതലത്തിലേക്കും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കുടിയിരിക്കുന്നവൻ അല്ല. ദൈവത്തെ ഏതെങ്കിലും വില്ലേജിൽ കുടിയിരുത്താൻ ഒക്കത്തില്ല. ദൈവത്തെ ഏതെങ്കിലും പഞ്ചായത്തിൽ തളച്ചിടാൻ ഒക്കത്തില്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുക്കിയിടാൻ പറ്റത്തില്ല. ദൈവത്തെ ഏതെങ്കിലും തലസ്ഥാനത്ത് ഒതുക്കിയിടാൻ പറ്റത്തില്ല. ദൈവം ഒരു ജില്ലയിൽ ഇരിക്കുക, 6 മാസം ഞാൻ ഈ ജില്ലയിലേക്കാണ്, നിങ്ങളല്ല ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ഇരുത്താൻ പറ്റുന്നവനല്ല ആര്? ദൈവം. ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാ. മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവായ ദൈവം. മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കടക്കാനും അടക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ലല്ലോ ദൈവം. ആണോ? ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അനുസരിക്കും. ശരി ചേട്ടാ, അങ്ങനെ ചെയ്യാം ചേട്ടാ എന്ന് പറയും. അതുപോലെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവായ ദൈവം. ഇത് മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഇത് ഉപദേശിമാരും വിശ്വാസികളും കൂടെ അറിഞ്ഞിരിക്കണം. എന്തിനാണെന്നറിയാവോ? ഇപ്പം ന്യൂ ജനറേഷൻ ട്രെൻഡ് മാറിയിരിക്കും. ഇപ്പോൾ കുറച്ച് പിള്ളേർ സെറ്റ് ഇറങ്ങിയോട്ട് സ്റ്റേജിൽ കയറി ഇപ്പോൾ തന്നെ ആത്മാവ്, ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ഇവൻ പറയുമ്പോൾ ഇറങ്ങാനും കയറാനും ഇവൻ്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ദൈവത്തെ കമാൻഡ് ചെയ്യുക. ഇപ്പോൾ തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവം അല്ലേ ദൈവദാസന്മാരെ? ഏറ്റക്കുറച്ചിലുണ്ടോ? കൂടിയതും കുറഞ്ഞുകൊണ്ടോ? ഇല്ല. ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവം. അർത്ഥാൽ പിതാവെന്ന് കേൾക്കുമ്പോൾ എത്ര ഗൗരവവും ഭയവും ബഹുമാനവും അകത്തളത്തിലുണ്ടാകുന്നു, അതിലൊരു തരിമ്പ് പോലും കുറയാതെ പുത്രനെന്ന് കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴും ഉണ്ടാകണ്ടേ? ഉണ്ടാകുന്നില്ല. പിള്ളേര് കളിയായി മാറി. അതുകൊണ്ട് അമ്മമാരോടും ഞാൻ പറയാം, ഇപ്പോഴത്തെ ട്രെൻഡാ പിള്ളേരുടെ കൈ ബൈബിൾ എടുത്തു കൊടുത്തിട്ട് മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുക, വൈറലാക്കാൻ വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? പിള്ളേർ കളിക്കാനുള്ളതല്ല ഈ പുസ്തകം. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് കൂടി ഓർത്തോണം. കുഞ്ഞ് കളിക്കാനുള്ളതല്ലത്. അത്രയും പറഞ്ഞ് ഞാൻ വിടുക. പിള്ളേരെ പഠിക്കാൻ വിടേണ്ട സമയത്ത് പഠിക്കാൻ വിടാതെ പേട്ട് പിള്ളേരെയൊക്കെ സ്റ്റേജിൽ കയറ്റി തുള്ളിക്കുന്ന മിമിക്രിയാണ് ഇപ്പം നടക്കുന്നത്. അത്രയും പറഞ്ഞ് ഞാൻ വിടുക, ബാക്കി ഉപവാസ പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആമേൻ. ഈ
ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ദൈവം എന്ന പദം ശ്രദ്ധിക്കണം. അപ്പൊ ദൈവം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തല്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. അപ്പൊ ചോദ്യം വരും, എവിടാ പാസ്റ്ററെ ദൈവം കുടിയിരിക്കുന്നതെന്ന് പറയാമോ? അതിന്റെ 24-ാം വാക്യം പറയുന്ന, ലോകവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. അപ്പം മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുമെങ്കിൽ ഭൂമി വലിപ്പം ഉണ്ടാകുമ്പോൾ ദൈവം ചത്തുപോകത്തില്ലേ? മനസ്സിലാകുന്നുണ്ടോ? കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. അതാദ്യം ഇത് മനുഷ്യൻ്റെ തലച്ചോറിൽ ഇത് കയറുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസ് ഉൾപ്പെടെ ഒഴുകി പോയോ? സത്യസന്ധമായി പറ, പോയി. ചാക്കോച്ചൻ വെളിയിലോട്ട് നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നു? ഹെലികോപ്റ്റർ വരുന്നു. ചാക്കോച്ചൻ ഒറ്റ വിളിച്ച് കാണും. ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന്, കള്ളം പറയരുത്, ഒന്ന് വേഗം വന്ന് വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? അമ്മാമേ സത്യം പറ. എന്നെ രക്ഷിക്കുന്ന മനുഷ്യൻ അങ്ങനെ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു. ഹെലികോപ്റ്റർ താത്തു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ചോക്കെഴുതി കൊണ്ടുവച്ച് അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേന്ന്. ഇവൻ എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ പറ. വല്ലതും തലേ കയറിയോ? ആർക്കറിയാം. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ഇപ്പം മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നില്ല. ഒന്നുകൂടി ലളിതമായി പറഞ്ഞതായി പിള്ളേർക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എന്നിട്ടും വലുതായതിൻ്റെ തലേ കയറാത്ത കാര്യമാണ്. പറയാം മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? പറ. ദൈവം ആണോ? മിടുക്കൻ. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാടാ? ആണോ? പിള്ളേർക്ക് മനസ്സിലായി. ആണോ? കൊച്ചു പിള്ളേർക്ക് മനസ്സിലായെന്ന്. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനസ്സിലായോ? ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സൃഷ്ടിച്ചു തരുമെന്ന്. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം, ലിപ്സ്റ്റിക് ഇട്ട് വേണം, ഇടാത്ത വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണം, ആരുണ്ടാക്കി തരുമെന്ന്? എടാ, ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ ഇവൻ ആശുപത്രി കിടക്കുമ്പോൾ MBBS MD ഡിഗ്രിയൊക്കെ പഠിപ്പിച്ച ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്ത ഒടുവിൽ പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം. മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ഈശ്വരൻ, സൊട്ടാവ്, മഹാദൈവം. അതുകൊണ്ട് മനുഷ്യൻ ഓർത്തോണം, ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യനായിട്ടില്ല. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന് അതിൻ്റെ കഴിയത്തുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മനുഷ്യനെ ഈ പേട്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വല്ലതിനും മുട്ടുള്ളതുപോലെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ലെന്ന് വചനം പറയുന്നു. വല്ലതിനും മുട്ടുള്ളവനെന്ന പോലെ നീ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി വഴിയരികിൽ നിന്ന് കൈ നീട്ടുന്ന ഭിക്ഷാന്തേഹി അല്ല ഈശ്വരൻ. ഒരുത്തൻ ബസ്സിൽ പോയപ്പോൾ 5 രൂപ ദൈവത്തിന് എറിഞ്ഞു കൊടുത്തു. പറയും ബൈക്കിൽ വന്നവൻ്റെ കണ്ണടിച്ചു പോയി. സുഖമായില്ലേ? അങ്ങനെ ഒരുത്തനല്ല ദൈവം എന്നായി പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വേദപുസ്തകം പറയുന്നു, ദൈവത്തെ സംബന്ധിച്ച് ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പം മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. പിന്നെ എവിടെ ഉപദേശം ദൈവം കുടിയിരിക്കുന്ന പറഞ്ഞാൽ, ഇന്ന് രാത്രി ദേശത്തോട് സന്തോഷത്തോടെ വിളിച്ചു പറയാം, ദൈവം വസിക്കുവാൻ ആശിക്കുന്ന മന്ദിരം എൻ്റെ നിന്റെ ഹൃദയമാകുന്ന മന്ദിരമാണ്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടങ്ങളുടെ വാതിലല്ല, ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലാണ്. ദൈവം വസിക്കാൻ ആശിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ വീട്ടിൻ്റെ അകത്തെ പുൽത്തൊട്ടി നീ ദൈവത്തിന് തുറന്നു കൊടുക്കാറുണ്ട്. ഡിസംബർ 25 എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് കൊല്ലും, 1 വയസ്സ് പോലും വളരാൻ നീ ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. അടുത്ത ക്രിസ്മസിന് വേറെ യേശു വേറെ കടയിൽ നിന്ന് വരും. 3 മാസം കഴിഞ്ഞ് കിളയക്കാരൻ വന്ന് പറമ്പ് കിളയ്ക്കുമ്പോൾ യേശുവിൻ്റെ തല വാഴ ചവിട്ടിയെന്ന്, യോസേപ്പിൻ്റെ കാല് തെങ്ങും ചവിട്ടിയെന്ന്. നിനക്ക് നാണമില്ലേ? ഉണ്ടോ? നാം മനസ്സിലാക്കിക്കോ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ മഹാദൈവം വസിക്കാൻ ആശിക്കുന്നത് നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിലാണ്. തുറക്കപ്പെടേണ്ടത് നിന്റെ കെട്ടിടത്തിൻ്റെ വാതിലല്ല, വീട്ടിൻ്റെ വാതിലല്ല. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ ദൈവത്തിന് വസിക്കുവാനായി തുറക്കപ്പെടണമെന്നാണ് പറഞ്ഞത്. അതെന്തിനാ? പറഞ്ഞു തരാം. പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിൽ നിന്ന് അകന്നുപോയി. എങ്ങനെ? നോക്ക, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയെന്നാ വായിച്ചേ. അപ്പം ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കണം. എവിടെ കുടിയിരിക്കുന്നു? മനുഷ്യന്. അപ്പം ദൈവം മനുഷ്യനിൽ കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. അപ്പോൾ ഒരുത്തനിൽ നിന്ന്, ആരാ ഒരുത്തൻ? ആദമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചെന്ന്. എത്ര മനോഹരമാണ്! എത്ര മനോഹരമാണ്! അങ്ങനെങ്കിൽ ആദാമ്യ രക്തത്തിൽ നിന്നാണ്
ഈ ലോകത്തെ സകല മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ കല്ലട ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുമ കെട്ടിയവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി ഇത്ര മനോഹരമായി വർഗീയ ലവലേശമില്ലാത്ത അവിടുത്തെ കാവി ഉടുത്തവനും ഇപ്പുറത്തെ കാവി ഉടുത്തവനും അപ്പുറത്തെ തൊപ്പിയിട്ടവനും എല്ലാം എൻ്റെയും നിൻ്റെയും കൂടപ്പിറപ്പാണെന്നും എന്നെയും നിന്നെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നും പഠിപ്പിക്കുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടത്? ചിന്തിച്ചു നോക്ക്. ഒറ്റ രക്തമെന്ന് അല്ല, ഇനി ആ പറഞ്ഞത് സത്യമാണോ എന്ന് പരിശോധിച്ച്. നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു, അടുത്ത മെഡിക്കൽ ലാബിൽ കൊടുക്കുക, 10 മിനിറ്റ് മിടിക്ക് പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ടേ. വീണ്ടും 4 ബോട്ടിലെടുക്കണം, മറക്കരുത്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനിയൊന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ഞങ്ങളുടെ ഉപദേശയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? അതെ, മാറിപ്പോവല്ലേ. മൂലയിരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ. തരുവോ? പറ, വേഗം പറ, തരുവോ? ഇല്ല. ആമേ. ചിലപ്പോൾ ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും. പിള്ളേരിറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തല്ലേ, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം, ഒറ്റ രക്തം. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ രക്തം കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും മസിലുണ്ടോ? രക്തം കൊടുക്കുമ്പോൾ മസിലുണ്ടോ? മാമേ, കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ ബൈക്ക് ഓടിച്ച് പോയി ടിപ്പറിൻ്റെ അടിയിൽ ചെന്ന് കയറി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരയാ, ഈശോയേ എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന്. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി കൊടുത്ത് RSSകാരൻ കരച്ചിൽ കേട്ടിട്ട് പറഞ്ഞു, അമ്മ കരയേണ്ട അമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ എന്ന് ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ, ഉണ്ടോന്ന്? ഇല്ലല്ലോ. പിന്നെ എന്തിനാ മനുഷ്യൻ തമ്മിലടിക്കണേ? എന്തിൻ്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്നു? തലച്ചോറുള്ളവൻ ചിന്തിക്കണം. അപ്പുറത്ത് കിടക്കുന്നവൻ ഇപ്പുറത്ത് കിടക്കുന്നവൻ, കറുത്തവനായാലും വെളുത്തവനായാലും ചരട് കെട്ടിയാലും കൊന്തയിട്ടാലും അവനെ എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമാണെന്നും അവൻ എൻ്റെ കൂടപ്പിറപ്പാണെന്നും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളോ? എന്തുകൊണ്ടതിന് കഴിയുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യൻ തമ്മിലടിക്കുന്നു? ഈ തിരിച്ചറിവ് എന്തുകൊണ്ട് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് വരുന്നില്ല? ഉത്തരം, അവൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമാണ് മനുഷ്യനെ തരംതിരിച്ചതും തമ്മിത്തല്ലിക്കുന്നതും ഇന്ന് ലോകത്ത് കാണുന്ന സകലമാകുന്ന അനിഷ്ടങ്ങളും ഇവിടെ സംഭവിക്കാൻ കാരണം മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാർ കവലകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പോകുന്നത് സകല മനുഷ്യരും പാപികളാണ്. 2026 ഉപദേശിമാർ തൊണ്ട കീറുക, മനുഷ്യൻ ആരാണ്? പാപിയാണെന്ന്. ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരിരുന്ന് ചിരിക്കുക. എന്താ? എടോ, മനുഷ്യൻ കുടിലിരുന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം പറക്കാൻ തുടങ്ങി. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. UK ലിരിക്കുന്ന മലയാളി ചന്ദ്രനി 30 ഏക്കർ വസ്തു മേടിച്ചു. കാലങ്ങൾ മാറിയിടോ. കൽക്കരിയുടെ ട്രെയിൻ മാറി, വന്ദേ ഭാരത് ആയടോ ഉപദേശി. എന്നിട്ടും നിങ്ങളിപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ ആരാ? പാപിയാണെന്ന്. പിള്ളേർ ചിരിക്കുക. എടാ മക്കളെ, ചിരിക്കാൻ വരട്ടെ. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുക. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയടാ, സമ്മതിച്ചു. ആകാശമാർഗം പറക്കുന്നു, സമ്മതിച്ചു. ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ സമ്മതിച്ചു. സുനിതാ വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചത് ഉപദേശി സമ്മതിച്ചടാ. ചൊവ്വയിലും വ്യാഴത്തിലും ഒക്കെ വീടും വെച്ചോട്ടെ, ചന്ദ്രനി വസ്തുവും മേടിച്ചോട്ടെ. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതും ഉപദേശി സമ്മതിച്ചു. ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു, സിമ്പിൾ ചോദ്യം. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും പേരെന്താ? ട്രെയിൻ എന്നാ. ഈ ട്രെയിനിൽ പോയിട്ടുള്ളവരാ ഏറെക്കുറെ ഇവിടെ ഇരിക്കുന്നവർ. നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യം പറയാം. ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്താ മാറാത്ത? കണ്ടുപിടുത്തം മാറി, ഇൻ്റർനെറ്റ് മാറി, ശാസ്ത്രം മാറി, ടെക്നോളജി മാറി, എല്ലാ മേഖലകളും മാറി. പക്ഷേ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റിൻ്റെ അകത്ത് 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടല്ലയോ വെച്ചിരിക്കുന്നത്? ആണോ? എന്താ മാറാത്ത? സിമ്പിളാണ്. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്നവൻ ഇവിടെ ഉണ്ടെന്ന്. അതാ മാറാത്തതെന്ന്. അതിന് ഡിഗ്രി ഒന്നും വേണ്ട. നാളെ രാവിലെ നിങ്ങൾ വരണിക്കാവിലെ ബാങ്കിലോട്ട് ചെല്ല്, ഫെഡറൽ ബാങ്കിലോ SBIയിലോ ചെല്ല്. 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റെ കെട്ടിയിട്ടേക്കുന്നു. എന്താ, പേന ഓടിപ്പോകുമോ? 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റെ കെട്ടിയിട്ടേക്കുന്നു ബാങ്കിൽ. എന്തിന്? ബാങ്കിൽ കൊള്ളക്കാരാണോ വരുന്നത്? ഒന്നുകിൽ ബാങ്കിൽ പണം ഇടാൻ, അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന ബാങ്കിൽ 5 രൂപ വിലയുള്ള ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റെ കെട്ടിയിട്ടേക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും ഭരണിക്കാവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സകലമാന മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്തൊരു മേഖല ഇന്നും തുടരുന്നു. അതാണ് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. മനസ്സിലാവുന്നുണ്ടോ? ഇരുകാലി മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഇരിക്കഴിഞ്ഞു.
ഇനി നിങ്ങൾ പറ, വിവാഹ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉത്തര എന്ന് പറഞ്ഞ വെങ്കൊച്ച് സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചോ കെട്ടിയാനൊരു മൂർഖം പാമ്പിനെ വെച്ചോണ്ട് ഇരിപ്പുണ്ട്, രാത്രി എന്നെ കടിപ്പിക്കുമെന്ന് ചിന്തിച്ചോ? ഇല്ല. സംഭവിച്ചില്ലേ? സംഭവിച്ചു. എൻ്റെ ചങ്കാണ്, ചങ്കടിപ്പാണെന്ന് പറഞ്ഞ ചങ്ക് കൂട്ടുകാര് ബിവറേജിൽ പോയൊരു കുപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ച് അടി തുടങ്ങി. കുപ്പി പൊട്ടിച്ചപ്പോൾ ചങ്കായിരുന്നു, കുപ്പി അടിച്ചു തീർത്തപ്പോൾ ചങ്കിന്റെ കഴുത്തറുത്തു. വായിച്ചില്ലേ? വായിച്ചോ? ഇങ്ങനെ ഓരോ ദിവസവും എത്രയെത്ര വാർത്തകൾ കൺമുമ്പിലൂടെ കടന്നു പോകുന്നു. എന്താ ഇരുകാലി മനുഷ്യന് മാറ്റം വരാത്ത? പിണറായി രാജിവെക്കണം അല്ലേ? മനുഷ്യൻ എന്ത് ചെയ്താലും ഉടനെ പിണറായി രാജിവെക്കണം. പിണറായിയുടെ കുഴപ്പമാണോ? എടാ, പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് പിണറായി സർക്കാരിന് ഇല്ലെന്ന്. അതിന് നാളെ വി.ഡി. സതീശൻ വന്നാൽ പുള്ളിക്കും ഇല്ല. പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇവിടുത്തെ ഭരണഘടനയ്ക്കില്ല. അതുകൊണ്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഇവിടെ കുറയാത്തത്. മനസ്സിലാകുന്നുണ്ടോ? അത് കുറയണമെങ്കിൽ പാപമില്ലാതെയാകണം. പാപത്തെ അറസ്റ്റ് ചെയ്യണം. പാപത്തെ അറസ്റ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനം സുവിശേഷത്തിനേ ഉള്ളൂ. പാപത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉലകത്തിൽ ഏതെങ്കിലും ഒരുത്തൻ കണ്ടുപിടിച്ചാൽ അന്ന് ഞങ്ങളുടെ കൺവെൻഷൻ പരിപാടിക്ക് കർട്ടനിടും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സുവിശേഷ യോഗം ഇല്ല. ഇന്ന് വരെ അങ്ങനെ ഒരു യന്ത്രം ഒരുത്തനും കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം സധൈര്യം തുടരും. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ്റെ സകല തിന്മകളിലേക്കും വഴിതിരിച്ചുവിടുന്ന പാപം നോക്ക. മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യം നാൽക്കാല മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാല മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നില്ലേ? വേണ്ട. ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറന്നാൽ ഭൂമിയിരിക്കുന്ന കോഴിയമ്മ എന്ത് ചെയ്യും മക്കളെ? പറ. ചിറക് വിരിച്ചു കുഞ്ഞുങ്ങളെ അതിനകത്ത് കയറ്റി സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് കോഴിയമ്മയെ കാണാം അല്ലേ? എന്നാൽ മനുഷ്യനെ നോക്ക്, കാമുകനോടൊപ്പം ജീവിക്കാൻ 10 മാസം നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിന് തീരദേശത്തിൻ്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിലുണ്ട്. കോഴിയമ്മയല്ലേ നല്ലത്? മനസ്സിലായോ? നോക്ക്, മിണ്ടാപ്രാണിയായ ഒരു കോഴി മുട്ടയിട്ടാൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കും. കോഴി കൂവുന്ന കേൾക്കുമ്പോൾ അമ്മ കൊച്ചിനോട് പറയും, എടി കോഴി കൂവുന്നടി മുട്ടയിട്ടോന്ന്. നോക്ക്, ഒരു സിഗ്നൽ കോഴിയമ്മ തരും. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റ് മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരുവട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പം അമ്മ തൊട്ടിൽ വളരുന്നു. കോഴിയമ്മയല്ലേ നല്ലത്? മനസ്സിലായോ? മിണ്ടാപ്രാണികളായ മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് നാൽക്കാല മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യൻ ഇവിടെ ചെയ്തു കൂട്ടുന്നത്. 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റതള്ള മൊബൈൽ കളിക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ് അമ്മയുടെ കഴുത്ത് 2 ആട്ട് അറുത്തു മാറ്റിയ 14 വയസ്സുകാരനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണെന്ന് സുബോധമുള്ളവൻ പറയുമോ? ഇല്ലെങ്കിൽ ഓർത്തോണം, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തലമുറകളെ ഈ തിന്മകളിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിയുന്ന ഒരു അദൃശ്യ ശക്തി, ഈ ഇരുട്ടിൻ്റെ ശക്തി ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ഞങ്ങൾ ഉപദേശിമാർ പൊട്ടന്മാരെ പോലെ വിളിച്ചു പോകുന്ന ഈ പാപമെന്ന് പറയുന്ന വിപത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കുഞ്ഞുകളിയൊന്നുമല്ല. സമൃദ്ധിയിലിരിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ ചിരി വരും. സ്വന്തം കുടുംബത്തിൽ അനർത്ഥം വരുമ്പം പ്രാർത്ഥിക്കാൻ ഉപദേശത്തെ തേടി വരും. അവനവൻ്റെ വീട്ടിൽ വരണം, അന്നേരം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് ചിരിയായി തമാശയായി കാണാതെ തിരിച്ചറിയണം. മനുഷ്യൻ്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ സംഭവിച്ച ഒന്നാമത്തെ ദുരന്തം പറയാം. റോമാലേഖനത്തിൽ പൗലോസ്ലീഹ എഴുതി, പാപം അവരുടെ ഹൃദയം ഇരുണ്ടുപോയപ്പോൾ അവർ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞെന്ന്. അർത്ഥാൽ പാപം അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഒന്നാമത്തെ ദുരന്തം, സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. സൃഷ്ടിച്ച ദൈവത്തെ മറന്നു. സൃഷ്ടിയെ നോക്കി ദൈവം എന്ന് വിളിച്ചു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചെന്ന്. വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കണം. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23. അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞെന്ന് തിരുവെഴുത്തിലുള്ളത് തന്നെ. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ആർക്കൊക്കെ? മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പോൾ ഇവിടെ ആരുണ്ടായി? ചിന്തിക്ക്. ആൾ ദൈവങ്ങളുണ്ടായി. ഇപ്പൊ മുക്കിന് ആൾ ദൈവങ്ങൾ എഴുന്നേറ്റ് വരിക. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോൾ വരുന്ന ആൾ ദൈവങ്ങൾ. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാകാത്ത മണ്ടം മലയാളി. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന് മഹത്വം കേൾക്കുന്നുണ്ടോ? മനുഷ്യന് മഹത്വം കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യനെ കൊടുത്തു. അടുത്തത് പക്ഷിക്ക് കൊടുത്തു. അടുത്തത് നാൽക്കാലിക്ക് കൊടുത്തു. അടുത്തത് ഇടജാതിക്ക് കൊടുത്തു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ക്രിസ്ത്യാനികളെ, ഈ പാരമ്പര്യം പറഞ്ഞ ഇതിനെ 4നെയും കൂടെ ഒരു കണ്ണാടി കൂട്ടി വെച്ചല്ലേ ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുന്നത്? ആണോ? നാൽക്കാലി ഉണ്ടോ?
മേലെ ഇരുകാലി മനുഷ്യനുണ്ടോ? കീഴെ ഇഴജാതി ഉണ്ടോ? അപ്പം ചിറകോന്ന്, അതിന് 2 ചിറകും ഉണ്ട്. സൂക്ഷിച്ച് നോക്കണം. ഇനി പോയി പുസ്തകത്തിൽ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്തുകൊണ്ട് വെച്ചേച്ചേ. നിങ്ങളാണോ പറയുന്നത് ക്രിസ്ത്യാനിന്ന്? സ്തോത്രം. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. ഉപദേശിമാർ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞാൽ ഇത് പുസ്തകം വായിച്ചിട്ട് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങേര് പറഞ്ഞത് പുസ്തകത്തിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ തിരുവെഴുത്ത് പറയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ബൈബിള് വായിച്ചാൽ മതി. ഉപദേശിമാർ പറയുന്നൊന്നും വിശ്വസിക്കണ്ട. പുസ്തകം എടുത്ത് വായിക്കുക. ആ പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും ഒക്കെ എടുത്ത് പുസ്തകത്തെ വെച്ച് ചെമ്പരത്തിപ്പൂ മറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ചിട്ട് റോഡെ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടന്നാൽ ഇത് അറിയത്തില്ലെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ വീട്ടിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഒരു ഉപദേശിമാരുടെയും പ്രസംഗം നിങ്ങൾ വിശ്വസിക്കേണ്ട. കയ്യിലിരിക്കുന്ന വേദപുസ്തകം തുറന്ന് വായിച്ചാൽ ആ തിരുവെഴുത്ത് ഗ്രഹിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുമ്പോൾ നിങ്ങൾ സത്യമറിയും. അപ്പം മനുഷ്യൻ പാപത്തിൽ വീണുപോയപ്പോൾ സംഭവിച്ച ഒന്നാമത്തെ ദുരന്തം പറഞ്ഞു. അവൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. അപ്പോൾ ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെച്ച ഒന്നാമത്തെ പദ്ധതി എണ്ണിക്കോ 1, മനുഷ്യന്റെ മുമ്പിൽ പ്രമാണം കൊടുത്തു. മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തു. 1, 2 ന്യായപ്രമാണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം രണ്ടാമത്തെ പദ്ധതി മുന്നോട്ട് വെച്ചു. എന്ത്? പ്രവാചകന്മാരെ അയച്ചു. അല്ലേ? പ്രവാചകന്മാർ യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേൽ, ദാനിയേൽ, ഹോശ, യോവേൽ പ്രവാചകഗണത്തെ രംഗത്തയച്ചു. പ്രവാചകൻ എന്ന് പറയുന്നു യേശുക്രിസ്തു ജനിക്കുന്നതിന് ബൈബിൾ പണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശ കണക്ക് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് വരുന്ന പ്രവാചകനാണ് യെശയ്യാവ്. 400 വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് വരുന്ന പ്രവാചകനാണ് മീഖ. 700 വർഷങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകൻ പറയുന്നു മനുഷ്യന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വരും. എങ്ങനെ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കണ്ടോ? പുസ്തകം അടുക്കടുക്കായി പറഞ്ഞു തരിക. ഇതൊന്നും വായിക്കുകയല്ലേ വേണ്ടൂ. വളരെ കൃത്യമായി പറയ കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യ പിതാവ്. പ്രവചനമല്ലേ? ഉണ്ടോ ബൈബിളിൽ? ഉണ്ട്. 700 വർഷം മുമ്പ് ദൈവം അയച്ച പ്രവാചകൻ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ. മകനെ 700 വർഷം മുമ്പ് മകനെന്ന് പറഞ്ഞു. പ്രസവിച്ചപ്പോൾ മോളായോ അമ്മാമേ? പിന്നെ ആരായിരുന്നു? മോന. അതായത് എൻ്റെ ദൈവത്തിൻ്റെ പ്രവാചകൻ. ഏകദേശ കണക്കുമില്ല. നോക്കട്ടെ ഒപ്പിക്കാം. ഈ പരിപാടി ഒന്നുമില്ല. ക്രിസ്റ്റൽ ക്ലിയറാ. മകനെന്ന് പറഞ്ഞാൽ മകനാ. ആ പ്രവചനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതെന്തിനാ എടുത്തു പറഞ്ഞത്? ഈ പ്രവചനം കച്ചവടമാക്കിയ കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ കറക്കി കുത്താ. നോക്കട്ടെ ചിലപ്പോൾ ആയിക്കോട്ടെ. ഇതൊന്നും ദൈവത്തിനില്ല. ദൈവം പറഞ്ഞാൽ ഉവ്വ്, ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ബി ബാബു ഉണ്ടോ ലേലം വിളിയൊന്നും ദൈവത്തിനില്ല. ഉണ്ടെങ്കിൽ ദൈവത്തിന് അറിയാം ഉണ്ടെന്ന്. ഇത്രാമത്തെ വരി, ഇത്രാമത്തെ കസേരയിൽ, ഇത്രാമത്തെ നിരയിൽ ഇന്ന കളർ ഉടുപ്പിട്ട് ഇന്നിരിക്കുന്ന ഇന്ന ബാബു എന്ന് പറയും ദൈവം. മനസ്സിലായോ? അല്ല, ഉണ്ടെങ്കിൽ ലേലം വിളിയൊന്നും ദൈവത്തിനില്ല. പിന്നെ വിക്കുമില്ല. വിക്കനായ മോശ ദൈവകരത്തിൽ എടുക്കപ്പെട്ടപ്പോൾ ബിക്ക് മാറി എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവന്മാരെല്ലാം പേര് വിളിക്കുമ്പോൾ ബിക്ക് വരുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെ പേര് വിളിക്കുന്നതൊക്കെ ദൈവിക ശുശ്രൂഷകളല്ല ഇന്നും നിലനിൽക്കുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ മാനിച്ചാൽ ഞങ്ങൾ ദൈവാസന്മാരിരിക്കുന്നത്. പക്ഷേ നല്ലതും തീയതും തിരിച്ചറിയാതെ അപകടത്തിൽപ്പെട്ടു പോയി ചാടി പൈസയും പോയി മാനം പോയിട്ട് അവസാനം പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരെന്ന് പറയുന്ന ഡയലോഗ് ഇങ്ങോട്ട് എടുക്കരുത്. എല്ലാം അങ്ങനെ അല്ല. ഇതിനെ കണ്ട് വിലയിരുത്തരുത്. വേദന ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഈ കള്ളന്മാരെടുത്ത് പോയി തല കുനിച്ചിട്ട് ഞങ്ങളെ ആ കൂട്ടത്തിൽ ആക്ഷേപിക്കരുത്. കർത്താവ് വിളിച്ചല്ലോ സക്കായിയേ. എന്നാ ക്രിസ്റ്റൽ ക്ലിയർ ആ പ്രവചനം. പേര് വിളിച്ചില്ലേ? സക്കായിയേ ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിലാ എന്ന് പറഞ്ഞില്ലേ? അതാ പ്രവചനം. പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ട് പോലും ഒരു സ അധികം ഉണ്ടോ? ചക്ക അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഇമാതിരി വട്ടത്തരം കേട്ട് ഞങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തെ വിലയിരുത്തരുത്. പാസ്റ്ററെ വേദന കൊണ്ട് പറയുന്നത് കേട്ടോ. ഞാൻ പരസ്യം നടത്താൻ ഒരു കോളനിയിൽ പോയി കേട്ടോണം. പരസ്യം കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു സഹോദരി ഒരു വീട്ടിൽ ചായ കുടിച്ചിട്ട് പോകുന്ന ദൈവാസന്മാരെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. അങ്ങോട്ട് കയറി കെട്ടിയോൻ അവിടെ കിടന്ന് ഉറങ്ങും. ശബ്ദം കേട്ട് കെട്ടിയോൻ ആരാടി? ഉപദേശിമാരാ പരസ്യം. നിങ്ങളെ കാണാൻ കാത്തിരുന്നേ. അപ്പോൾ ഇയാൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് മൊബൈലെടുത്ത് തോണ്ടിയേച്ച് ഇയാൾ പറയാ നിങ്ങളല്ലേ പിന്നെ യേശുവിൻ്റെ ശബ്ദം വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്തത്. ഞാൻ എന്തോ പറയാൻ കൈ കൂപ്പി പറഞ്ഞ് എൻ്റെ പൊന്നു ചേട്ടാ ഞങ്ങൾക്ക് ഈ ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറയേണ്ടി വരുമല്ലേ? കാര്യം ഇവരെല്ലാം കാണുന്ന അതും ഇതും എല്ലാം ഒന്നാണെന്നാ. ദയവ് ചെയ്ത് ഞങ്ങളെ അങ്ങനെ ആക്ഷേപിക്കരുത്. ഞങ്ങൾക്ക് ഇത്തരം ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവും
ഇല്ല എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ആമേ, പ്രവാചകൻ വിളിച്ചു പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. നോക്ക്, 400 വർഷങ്ങൾക്ക് ശേഷം രംഗത്ത് വരുന്ന മീഖ പറയുന്നു, ആ രക്ഷകൻ ബത്ലഹേം എന്ന സ്ഥലത്ത് എഫ്രാത്തയിൽ ജനിക്കും. ഇന്ന് രാത്രി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ആ പ്രവചിച്ചു പോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു അല്ലാതെ ഉലകത്തിൽ ഒരുത്തനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? യേശു ക്രിസ്തുവിന്റെ ജനനം, മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു മനുഷ്യനായി ലോകത്തിലേക്ക് ഇറക്കി വന്ന ദൈവം. ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, മോശയിൽ മുഖാന്തരം അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് നൽകപ്പെട്ട ഏതെങ്കിലും ഒരു യാഗത്തിലോ അമ്മാമേ തലച്ചോറുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറക്കത്തിൽ മുഴുവൻ ചിന്തിച്ചിട്ട് നാളെ ഉത്തരം കണ്ടെത്തണം. ഏതെങ്കിലും ഒരു യാഗത്തിനോ പൂജയ്ക്കോ വഴിപാടിനോ കർമ്മങ്ങൾക്കോ നേർച്ച കാഴ്ച കുംഭസാര കുർബാന എന്തിനെങ്കിലും മനുഷ്യൻ്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ കഴിയുമെന്നിരിക്കട്ടെ, പാപമോചനം കൊടുക്കാൻ കഴിയുമായിരുന്നിരിക്കട്ടെ, അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു വന്ന് ഈ പീഡനം മുഴുവൻ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ചിന്തിച്ചിട്ട് നാളെ രാവിലെയെങ്കിലും ഉത്തരം കണ്ടെത്തണം. അങ്ങനെ എന്തെങ്കിലും ഒരു കർമ്മക്രിയകൾക്കോ കുർബാനയ്ക്കോ കുംഭസാരത്തിനോ ഈ പറയുന്ന നേർച്ച കാഴ്ച പൂജാദികൾക്ക് എന്തിനെങ്കിലും പാപമോചനം സാധ്യമായിരുന്നെങ്കിൽ സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരുന്ന കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ കണ്ട പീഡനം മുഴുവൻ ഏറ്റുവാങ്ങേണ്ട കാര്യം എന്താന്ന് പറ. ആ സ്വർഗത്തിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്നാൽ പിന്നെ ഭൂമിയിൽ പോയെന്ന് ചത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്നാണോ? അല്ലെന്ന്. ഒരു യാഗങ്ങൾക്കും ഒരു വഴിപാടുകൾക്കും മനുഷ്യന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ കഴിയാതെ പരാജയം സമ്മതിച്ചപ്പോഴാണ് സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞത്, ദൈവമേ ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്താ ഇഷ്ടം? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന്. കാൽവരിയുടെ കൊലക്കളത്തിൽ മാനവജാതിക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ അതെ എനിക്ക് ഇഷ്ടമുണ്ട്, ഞാൻ വരുന്നു. എന്തിനാ വന്നേ? എന്നെയും നിന്നെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. 33.5 തിരുവയസ്സ് വരെ ഭൂമണ്ഡലത്തിൽ ജീവിച്ച കർത്താവ് ആമേ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ തൻ്റെ പ്രാണനെ യാഗമാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. എന്താ? ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ, അവൻ ആയിരങ്ങളിൽ സുന്ദരനാ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണെന്ന് ശൂന്യങ്കാരത്തിൽ പറഞ്ഞപ്പോൾ ഇപ്പുറത്തെ പ്രവാചകൻ വിളിച്ചു പറയുക, അല്ലല്ലല്ല, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്. പരസ്പരം വൈരുദ്ധ്യമായിരിക്കുന്ന രണ്ട് വചനങ്ങൾ. ഒരാൾ പറയുന്നു എൻ്റെ പ്രിയൻ സുന്ദരനാണ്, കോമള നിറമുള്ളവനാണ്, പവിഴ നിറമുള്ളവനാണ്, അവൻ സുന്ദരനാണ്, അതിശ്രേഷ്ഠനാണ്. ഇപ്പുറത്തെ പ്രവാചകൻ പറയുന്നു ഇല്ല, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവൻ ദാ അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ കിടക്കുന്നു. ഇന്ന് രാത്രി ചോദിക്കുക, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ കണ്ടോ കാൽവരിയുടെ കൊലക്കളത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തൊരു മാംസക്കഷ്ണം പോലെ ആയിത്തീർന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി സഹോദര അത് നിനക്ക് വേണ്ടിയാണ്, സഹോദരി അത് നിനക്ക് വേണ്ടിയാണ്. എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ എനിക്കും നിനക്കും പകരമായി യേശുക്രിസ്തു ക്രൂശിൽ കയറി. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ആമേൻ. പ്രവാചകൻ എഴുതി വെച്ചൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ കൊളുത്തി. ആമേൻ ആമേൻ. അവൻ വായ തുറക്കാതിരുന്നു. ഓ, എൻ്റെ ഹൃദയത്തിൽ അതങ്ങ് കൊളുത്തി. എന്താ? എൻ്റെ ഹൃദയത്തിൽ ചോദിച്ചു പരിശുദ്ധാത്മാവിനോട്, ആമേൻ കർത്താവേ, കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ വാക്കിൻ തുമ്പിൽ നിർത്തിയ മഹാദൈവമല്ലേ? 4 ദിവസം ചീഞ്ഞ മൃതദേഹത്തെ നോക്കി ഒറ്റ വാക്കിൽ പുറത്തു കൊണ്ടുവന്ന ദൈവമല്ലേ? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമാ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കിയിട്ട് ഒരു സൂപ്പർ ഹീറോയെ പോലെ ഇറങ്ങി വരാൻ അങ്ങേക്ക് കഴിയുമായിരുന്നിട്ടും പ്രവാചകൻ എന്തുകൊണ്ട് എഴുതി അവൻ വായ തുറക്കാതിരുന്നെന്ന്? എന്തുകൊണ്ട് എൻ്റെ കർത്താവ് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഷമീറെ, അവൻ വായ തുറക്കാതിരുന്നത് നിനക്ക് വേണ്ടിയാണ്. അതേ സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. അതേ സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ ക്രൂശിൽ വായ തുറക്കാതിരുന്നു. ഒരൊറ്റ വാക്ക് കൽപ്പിച്ചെങ്കിൽ റോമൻ പട്ടാളത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയുന്ന അധികാരം നാക്കിൻ്റെ തുമ്പത്തിരുന്നിട്ടും എൻ്റെ കർത്താവ് വായ തുറക്കാതിരുന്നു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ആമേൻ. അവൻ തൻ്റെ പ്രാണനെ കാൽവരിയിൽ യാഗമാക്കി. അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഈ ദേശത്തോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. വെസ്റ്റുകല്ലടയിൽ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിന് വേണ്ടി പാടാൻ
പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇങ്ങനെ രൂപപ്പെടത്തില്ല. മൂന്നാടി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ ഒരു കൺവെൻഷൻ നടത്തത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തു ഇന്ന് രാത്രി ഈ 8:55 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമുയർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. എനിക്ക് എന്ത് സന്തോഷമാണെന്ന് നോക്കി. നിങ്ങളെല്ലാം കൈപൊക്കി. യേശു ഈ 8:55 സത്യമാണോ? ഒന്നുകൂടെ കൈപൊക്കി. അങ്ങനെ വിശ്വസിക്കുന്നു. അയ്യോ, എനിക്കെന്ത് സന്തോഷം. ഞങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി പാസ്റ്റേ, സത്യമായിട്ടും. പക്ഷെ ഇവരെല്ലാം വിശ്വസിക്കുന്നു ജീവിക്കുന്നെന്ന്. എന്തൊരു സന്തോഷമാണ്. എന്തായാലും ജീവിച്ചിരിക്കുന്ന അപ്പന്മാരുടെ ഫോട്ടോ ഒന്നും അതിലെ വെക്കാൻ അമ്മമാർ ജീവനുള്ളിടത്തോളം സമ്മതിക്കുകയില്ല. സമ്മതിക്കുമോ? അവിടെ മക്കളുള്ള അപ്പന്മാരല്ലേ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ പഴയ കാലത്ത് നല്ലൊരു ഫോട്ടോ എടുത്ത് അതിലെ കൊണ്ടുവച്ച് തിരിയും കത്തിച്ച് വെച്ച് മാലയിട്ട് വെച്ചാൽ ഇവിടെ പൊന്നുമക്കളെ ചക്കര ഉപ്പെന്ന് പറഞ്ഞ് കുമ്മ കൊടുക്കുമോ? ഓടിക്കും അല്ലേ? ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം ഒന്ന് പെടഞ്ഞെങ്കിൽ, ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം ഒന്ന് പെടയുമെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നല്ല അഡ്വക്കേറ്റായി മധ്യസ്ഥനായി നിന്നുകൊണ്ട് ആമേൻ എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ജീവനുള്ള കർത്താവ്, കല്ലേറുകൊണ്ട് മരണത്തിലേക്ക് നടന്നുപോയ സ്തേഫാനോസ് ആത്മനിറവിൽ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ ഭിത്തിയിൽ യേശുവിൻ്റെ ഫോട്ടോയും കണ്ടെന്നാണോ അമ്മാമേ? അല്ല, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തും മനുഷ്യപുത്രന് സദൃശനായവൻ ജീവനോടെ നിൽക്കുന്നതും കണ്ടു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്കയ്യോ കഷ്ടം. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷനായിട്ട് അനന്തരം സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യകൽപ്പന കൈമാറി. വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 16:15 വായിക്കാം. അന്ത്യകൽപ്പന 16:15 വേഗത്തിൽ വായിച്ചാട്ടെ. 16:15 മർക്കോസ് 16:15. പിന്നെ യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. മതി. നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന്. അതുകൊണ്ട് വെസ്റ്റ് കന്നഡക്കാരായ എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ക്ഷമിക്കണം. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഈ യോഗം നടത്തുന്നത്. എന്തിനാ ഇമാരിങ്ങനെ തൊണ്ട കീറി കൂവുന്ന? മനുഷ്യന് സ്വസ്ഥതയില്ലെന്നൊക്കെ തോന്നാം, ശരിയാ. പക്ഷെ ക്ഷമിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഇത് നടത്തുന്നത്. ആരോടും വാശി തീർക്കാൻ വേണ്ടിയല്ല ഇത് നടത്തുന്നത്. ഇത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണമെന്ന് പ്രാണനെ തന്ന കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഞങ്ങൾ പൊട്ടന്മാരെ പോലെ ചെയ്യുന്നത്. അതുകൊണ്ട് 2-3 ദിവസം ഞങ്ങളെ സഹിക്കുന്നതിന് നന്ദി പറയുക. ആരോടും വാശി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇത് പ്രാണനെ തന്നവൻ്റെ കൽപ്പനയാണ്. ഇത് ചെയ്തേ ഒക്കത്തുള്ളൂ. ഇപ്പം ചില അണ്ണന്മാർ പറയും ഇത് ചെയ്യണ്ടാന്ന്. അതൊക്കെ നിന്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. ചെയ്യാൻ ആംബിയർ ഉള്ളവരെ ആ ദൈവം വിളിച്ചിറക്കിയത്. അതൊക്കെ പ്രസംഗിക്കും. സ്തോത്രം. ജീവനുള്ളിടത്തോളം പ്രസംഗിക്കും. അതിനൊന്നും ആരും കുലുങ്ങണ്ട. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അന്ത്യകൽപ്പന കൈമാറിയിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. ഒലിവുമലയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അതാ ഉയരത്തിലേക്ക് കണ്ണും നട്ട് ശിക്ഷകണം നിൽക്കുന്നു. ഉയരത്തിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച മാലാഖമാർ ഇറങ്ങി വന്ന് ആമേ തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യം ഒന്ന് വായിച്ചുകൂടെ? അപ്പോസ്തല പ്രവൃത്തി 1:11 വായിച്ചുകൂടെ? 1:11 ഉറക്കെ വായിച്ചേ. 1:11 1:11 2:47 തീരും പ്രസംഗം. വായിച്ചു വേഗം. 1:11 ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി വെസ്റ്റ് കല്ലടയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. സ്തോത്രം.
കാലം എത്രയായി ഇവന്മാർ ഇത് പറയാൻ തുടങ്ങിയിട്ട്? നടന്നില്ലെന്നല്ലയോ? അന്ന് അപ്പച്ചന്മാരുടെ കാലം തൊട്ട് പറഞ്ഞു തുടങ്ങിയ സകല അടയാളങ്ങളും സകല ലക്ഷണങ്ങളും അതിൻ്റെ അന്ത്യഘട്ടത്തിലെത്തി നിൽക്കുക. ഇനി താമസമില്ല. യേശു കർത്താവ് വേഗത്തിൽ ആമെ മടങ്ങി വരാനുള്ള സമയമായി. വാനമേഘ കാഹളം മുഴങ്ങാനുള്ള സമയമായി. ആമെ രക്ഷിക്കപ്പെട്ട ദൈവജനം കണ്ണിമയ്ക്കുന്നതിനിടയിൽ എടുക്കപ്പെടാനുള്ള കാലമെടുത്തു. യേശു വീണ്ടും മടങ്ങി വരും. ഈ ദൂതന്മാരുടെ പ്രവചനം ഇന്ന് നിവർത്തിയാകാത്ത, അധികം താമസമിന നിവർത്തിയാകുന്ന ദൂതന്മാരുടെ ഈ പ്രവചനം കേട്ടുകൊണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തെന്ന് വായിക്കൂ സഹോദരി, വായിക്കേ. താഴോട്ട് വായിച്ചോ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. മനസ്സിലാക്കല. ഇനി പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ടോണം. ശിഷ്യന്മാർ ഈ ദൂത് കേട്ടേച്ച് ഒലിവുമല വിട്ട് എവിടെ വന്നെന്ന്? യെരൂശലേമിൽ. അങ്ങനെയാണോ? പറയുന്നതെല്ലാം പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കിക്കോണം. പിന്നെ ഉപദേശിമാര് ഉണ്ടാക്കി പറഞ്ഞെന്നൊന്നും പറഞ്ഞേക്കരുത്. തിരിച്ചു യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് എന്തോ ചെയ്തു സഹോദരി? അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിലോട്ട് കയറിപ്പോയി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ബൈബിളിലുണ്ട്. ഞാൻ വായിപ്പിക്കാൻ പോവുക. അങ്ങനെ തന്നെ ആണോ എന്ന് എല്ലാവരും നോക്കിക്കോണം. ഇനി നാളെ ഇല്ലാത്ത പറഞ്ഞെന്നൊന്നും പറയരുത്. അങ്ങോട്ട് കയറിപ്പോയവരുടെ പേരൊന്ന് വായിച്ച സഹോദരി. പത്രോസ്. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പെന്ന് ക്രിസ്ത്യാനികളിൽ പലരും വിശ്വസിക്കുന്ന ഒന്നാമത്തെ പോപ്പ് എന്ന് പറയുന്ന പത്രോസ്. നല്ല കാര്യം, ഇരിക്കട്ടെ. പത്രോസ് ലീഗ. അടുത്തത് യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. തർക്കമൊന്നുമില്ലല്ലോ. കയറിപ്പോരുടെ കൂട്ടത്തിൽ പത്രോസ് ലീഗയുണ്ട്, തോമസ് ലീഗയുണ്ട്, യൂദാസ് ലീഗയുണ്ട്, യേശുവിൻ്റെ അമ്മയായ മറിയ ഉണ്ടല്ലോ. ഞങ്ങളാരും കൂട്ടി പറഞ്ഞൊന്നുമില്ലല്ലോ. ഒരു വരി കൂട്ടിയിട്ടുണ്ടോ? ഒന്നുകൂടെ വേണേ പറയാം. കയറിപ്പോരുടെ ലിസ്റ്റ്: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരങ്ങളോടും ഒപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പള്ളിയോ പുള്ളിയോ കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ സംഭവിച്ചു? വായിക്കുക. 2-ാം അധ്യായം 1-ാം വാക്യം. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാണോ? പെന്തക്കോസുകാർ അങ്ങനെ ഒരു കാറുമില്ല അമ്മച്ചി. പെന്തക്കോസുകാർ അല്ല, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അതെന്തുവാ? 50-ാം പെരുന്നാൾ ദിവസത്തിന്റെ പേരാ പെന്തക്കോസ്ത്. ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പെന്തക്കുസ്ത പെരുന്നാൾ ദിനം വന്നപ്പോൾ, ആ പെരുന്നാൾ വന്നപ്പോൾ വായിക്കേ, എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. ആരാ എല്ലാവരും? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും സഹോദരങ്ങളോടും അങ്ങനെ 120 പേരോളം ഏകദേശം അടങ്ങുന്ന സംഘം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചിരിക്കുമ്പോൾ ആമേൻ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോഴെന്ത് സംഭവിച്ചു? വായിക്കേ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ. അടുത്ത വാക്ക് കാതും കണ്ണും തുറന്ന് കേട്ടോണം, കണ്ടോണം. വായിക്കേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ജനം പറ, എന്ത് സംസാരിച്ചു തുടങ്ങി? ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെ ആ നാട്ടുകാരെന്തോ വിളിക്കുന്നേ? പറ. എന്ത് കോസ്? പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയല്ലയോ? ആണോ? അവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞെന്നല്ലേ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. ഇവരെല്ലാം അന്യഭാഷ പറഞ്ഞിട്ടല്ലേ കല്ലടക്കാർ പറയാൻ തുടങ്ങിയത്? ആണോ? അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറഞ്ഞോണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞു. മനസ്സിലായോ? പുസ്തകത്തിൽ ഉള്ളയാണോ? ഞാൻ വല്ലതും ഉണ്ടാക്കി പറഞ്ഞാണോ? അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആണോ? ഇതൊക്കെ മനസ്സിലാക്കിക്കോണം. പെന്തക്കോസ്തുകാർക്ക് അമ്മയില്ലെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അമ്മയെ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ ആരാധനയ്ക്ക് അർഹൻ ദൈവമേ ഉള്ളതെന്നാണ് ഞങ്ങൾ അന്നും ഇന്നും എന്നും പറഞ്ഞു. ഇത് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. ഞങ്ങളും അത്രയല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും ഞങ്ങളും പറഞ്ഞില്ലല്ലോ. അങ്ങനെ അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി. ഇനി എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കുന്നു? മനസ്സിലായിക്കോളും, കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ശ്രദ്ധിച്ചേ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവിന്റെ നിറവിൽ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റല്ലോ. ആരാ? പത്രോസ് ലീഗ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2:37 വായര് 37 47 തീരും. 2:37 വായര്. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം. ഇത് കേട്ടിട്ട് ജനം പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് ലീഗ പ്രസംഗിച്ചപ്പോൾ കേട്ടവിടെ ഹൃദയത്തിൽ ജനം പറ, എന്തുകൊണ്ടു കുത്തു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോന്ന്? പിന്നെ എന്തുവാ കൊണ്ടേ? അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഈ സമ്മതിച്ചിട്ടേ പന്തലിൽ നിന്ന് പോകാവൂ. പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവന്റെ ചങ്കത്ത് കുത്തുകൊള്ളും. അപ്പൊ കുത്തുകൊള്ളുമ്പോ ഒരു കാര്യം സമ്മതിച്ചോണം, പ്രസംഗിക്കുന്നവൻ ഏതാത്മാവിലാ? പരിശുദ്ധാത്മാവിലാ. മനസ്സിലായോ? പക്ഷെ നമുക്കിന്ന് കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മാമ്മ കുത്തുവല്ലോ കൊള്ളുന്നെങ്കിൽ നാളെ പാഷ വിളിച്ചിട്ട് ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആ ഉപദേശിയെ കൊണ്ടുവന്ന് കുത്തുണ്ടായിരുന്നെന്നൊന്നും പറയരുത് കേട്ടോ. കുത്തുകൊള്ളുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടോ. മനസ്സിലായോ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി പ്രസംഗിച്ച ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ സഹോദരി? പിന്നെ വായിരെന്ത് വന്ന് നോക്കട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ എന്ത് ചെയ്തു? പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണ്ടു? കുത്തുകളവർ ഒറ്റ ചോദ്യം, ഞങ്ങൾ എന്ത് ചെയ്യണം പറ. പത്രോസ് അവരോട്, കേട്ടെ പോപ്പ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളെ, ദേശക്കാരെ, ഈ പത്രോസ് ലീഗ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നതല്ലേ ഉള്ളൂ. വള്ളി പുള്ളി ഞങ്ങൾ മാറ്റിയോ കൂട്ടിയോ കുറച്ചോ? നിങ്ങളുടെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം വേണോ? ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, കുരിശും ചുമന്ന് മുട്ടയിലഴിഞ്ഞ് മുട്ടിലെ പെയിന്റും കളയണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞത് ഞങ്ങളാണോ? ഒന്നാമത്തെ പോപ്പ് പത്രോസ് ലീഗ പറഞ്ഞത് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ? ഉണ്ടോ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞത് പത്രോസ് ലീഗായ. ഇനി ആ മനുഷ്യൻ അങ്ങനെ പറയാതെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഞങ്ങളുടെ അടുക്ക വന്ന് കുമ്പസരിപ്പിനെന്ന് അങ്ങേര് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനും അതല്ലേ പറയത്തുള്ളായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ അല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ വചനത്തോട് കൂട്ടുവോ കുറയ്ക്കുവോ ചെയ്യാതെ പുസ്തകത്തിൽ എഴുതിയത് ആവർത്തിച്ച് പറയുന്നു. പാപമോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. മനസ്സിലായോ? കിട്ടിയോ? ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ വന്നിട്ട് പറയും, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു, പിന്നെ ഞങ്ങൾ പണ്ടേ സ്നാനപ്പെട്ടതാ. അതെന്നാ അല്ലെ, ഞങ്ങൾ കുഞ്ഞുവാവയായിരിക്കുമ്പോഴേ ഞങ്ങളുടെ പള്ളി സ്നാനമുണ്ട്. അപ്പം മാനസാന്തരമോ? അത് പിന്നെ വളരുമ്പോൾ പോരെയെന്ന്. പുസ്തകം എന്തുവാ പറഞ്ഞേ? എങ്ങനെ സ്നാനപ്പെടണം? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം അല്ലേ? അപ്പോൾ പറഞ്ഞു വളരുമ്പോൾ മാനസാന്തരപ്പെട്ടാൽ മതി എന്ന്. ആദ്യം സ്നാനപ്പെട്ടിട്ട് തലതിരിക്കാൻ പറ്റുമോ? നമ്മുടെ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം തലതിരിച്ചാലോ? ഇന്നെല്ലാവരും കുളിച്ചോ? തല തോർത്തി. വർഷങ്ങളായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിട്ട് പിന്നെ കുളിച്ചാലോ? നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി പുള്ളി മാറാത്ത ദൈവവചനം ആരും തലതിരിക്കാൻ നിൽക്കണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് തിരുവെടുത്ത് പറയുന്നെങ്കിൽ സഹോദരി, ആദ്യം നടക്കേണ്ടത് മാനസാന്തരം. മാനസാന്തരം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകത്ത് കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെച്ച് ഇന്നേക്ക് 2000 വർഷം ഭർത്താവായ യേശുക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചെന്ന് അടക്കപ്പെട്ടെന്ന് ഉയർത്തി നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാനം കഴിപ്പിക്കാം. മാനസാന്തരത്തിലൂടെ സ്നാനത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. എന്താ? കുഞ്ഞിന് ഏറ്റു പറയാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളൊരു പരിപാടി ചെയ്യും. അത് ഉപദേശിക്ക് അറിയത്തില്ല, മുസ്ലിമിൽ നിന്നല്ലേ വന്ന്. അതുകൊണ്ടാണ് അറിയാത്ത. എന്തുവാ? ഞങ്ങൾ ഏറ്റു പറയാൻ പകരത്തിനൊരാളെ പുറകിൽ നിർത്തും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പള്ളിയിൽ വിവാഹ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ? പറ. പള്ളിയിൽ വിവാഹ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ? ഉണ്ടോ? വേഗം പറ.
ഉണ്ട്. അപ്പോൾ ഈ പുരോഹിതൻ അവിടെ നിൽക്കുന്ന ചെറുക്കനോടും പെണ്ണിനോടും ഇങ്ങനെ ചോദിക്കാറുണ്ടോ? പ്രിയപ്പെട്ട സൂസമ്മയെ, നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ജോക്കപ്പിൻ്റെ ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകിൽ നിന്നുകൊണ്ട് പറയാം, സമ്മതമാണ്, നടത്തുവോ? എനിക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നടത്തുവോ? അല്ല, സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്കെടുത്തെയാണ്. നടത്തുവോ? ഇല്ല. എനിക്ക് ഒത്തിരി അച്ഛന്മാരുമായിട്ട് സൗഹൃദമുള്ള മനുഷ്യനാണ്, നല്ല സൗഹൃദമുണ്ട്. ഞാൻ അവരോട് ചോദിച്ച് സംശയം നിവാരണം വരുത്തിയിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അവർ പറഞ്ഞ് നടത്തത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ചോദിക്കും, സൂസമ്മയെ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ചോച്ചാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? അപ്പോൾ പ്രസവിച്ച അമ്മ പറയും, സമ്മതമാച്ചോ, അവൾ ആ കെട്ടണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങോട്ട് നടത്തുവോന്ന്? ഇല്ല. പിന്നെ ആര് പറയണം? മണവാട്ടി ആരോ അവൾ പറയണം എനിക്ക് സമ്മതമാണ്. അല്ലേ? ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പം പറഞ്ഞ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനും നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് കൊരിന്ത് സഭയോട് പൗലോസ്ലീഹ പറയുമ്പോൾ, ആ വിവാഹ നിശ്ചയത്തിലേക്ക്, എൻഗേജ്മെന്റിലേക്ക് കടന്നു വരുവാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല. പകരം നിന്റെ നാവ് കൊണ്ട് നീ ഏറ്റു പറയണം, യേശുവേ, അങ്ങ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ മണവാളനും എൻ്റെ ദൈവമായി ഞാനിതാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഞാനിതാ ഏറ്റുപറയുന്നു എന്ന് ഏറ്റുപറയുന്നവനാണ് സ്നാനത്തിലേക്ക് നയിക്കപ്പെടേണ്ടത്. മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ആമേൻ. ഇപ്പോൾ അടുത്തൊരു ഇടങ്ങേറ് ഒരിക്കൽ കയറി വന്നു. അങ്ങനെയാണെങ്കിൽ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. എന്തൊക്കെ ഇടങ്ങേറാന്ന് നോക്കി. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പറുദീസ ഇരുത്താമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ കൃപായുഗത്തിലാണോ ന്യായപ്രമാണ യുഗത്തിലാണോ മരിച്ചേ? അതിപ്പോൾ ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാ? മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയും, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി മടങ്ങി വരെയുള്ളവർ കൃപയാലുള്ള രക്ഷായുഗത്തിലും ആണോ? ഇനി പറ, ഇതിലേതിലാ കള്ളം മരിച്ചേ? ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവരോട് സ്നാപക യോഹന്നാൻ വന്ന് അറിയിച്ച അരുളപ്പാടെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിനെന്ന്. ആണോ? ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശി വെച്ചുണ്ടായി. അങ്ങേരെ പറുദീസയിൽ ഇരുത്താന്ന് പറഞ്ഞു. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പത്രോസ്ലീഹ പറഞ്ഞത് വായിച്ചോ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കാൻ. കൃപായുഗത്തിൽ ജീവിക്കുന്ന നീ ന്യായപ്രമാണത്തിലെ കള്ളനെ നോക്കിയിരുന്നിട്ട് അവൻ പറുദീസയിലും പോവും, നീ നരകത്തിലും പോവും. മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാക്കാതെ ഇടങ്ങേറും കൊണ്ടുവരിക. ഒരു രക്ഷയുമില്ല, സ്നാനപ്പെട്ടേ തീരൂ. മനസ്സിലായോ? പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത വാക്ക് വായിരെ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. നിൽക്കട്ടെ, ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 എണ്ണം രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ? പിടിച്ചോണ്ട് വന്നില്ല, വലിച്ചോണ്ട് വന്നില്ല, ബലം പ്രയോഗിച്ചില്ല, മര്യാദയ്ക്ക് വരണമെന്ന് പറഞ്ഞില്ല. ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊണ്ട ആത്മനിറവിലെ ഒറ്റ പ്രസംഗം. അകത്ത് കുത്തുകൊണ്ടവർ രംഗത്ത് വന്ന് പറയുക, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. മനസ്സിലായോ? അവിടെ ലേലം വിളിച്ചതുമില്ല. ആർക്ക് വേണം, ആർക്ക് വേണം. ഇപ്പം ലേലം വിളിയാ, ആർക്ക് വേണം. ലേലം വിളിച്ചൊന്നുമില്ല. ഇപ്പം ലേലം വിളിക്കുമ്പം കൈവെക്കും, 4 കൈ. സംഘാടകർക്ക് സന്തോഷമായി. ചെന്ന് നോക്കിയപ്പോഴോ പഴയ അമ്മച്ചി, എല്ലാ കൺവെൻഷനും കൈവെക്കാൻ പോകുന്ന അമ്മച്ചി. ഇവിടെ ലേലം വിളിയൊന്നും നടന്നില്ല. ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊള്ളുന്ന നിലയിൽ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ 3000-ഓളം പേര് രംഗത്ത് വന്ന് പറഞ്ഞു, സ്നാനപ്പെടണം. കണ്ടോ? ആമേൻ. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. ഇനി 1-2 ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുക. ശ്രദ്ധിച്ചേ. ചില ആളുകളുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത വരും, പാസ്റ്ററെ നിങ്ങളെ പ്രസംഗമൊക്കെ കൊള്ളാം, നല്ല പ്രസംഗം, പിന്നെ ഈ സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പം അതിപ്പം നിങ്ങളെപ്പോലെ ഇപ്പം വെള്ളത്തിൽ ഇറങ്ങി പിന്നെ മറ്റേ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടില്ലേലും, പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കലപിലവിലാന്നൊന്നും പറഞ്ഞില്ലേലും, ഞാൻ ഇന്നുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ യേശു അപ്പം മറുപടി തന്നിട്ടുണ്ട്. ഇന്നുവരെ ഞങ്ങൾ ചോദിച്ചതെല്ലാം തന്നു. ഒരു വീട് ചോദിച്ചു, നല്ല വീട് തന്നു. നല്ല കുടുംബം ചോദിച്ചു, നല്ല കുടുംബം തന്നു. 2 മക്കളെ ചോദിച്ചു, 5 മക്കളെ തന്നു. 1 സെൻറ്റ് ചോദിച്ചപ്പോൾ 1 ഏക്കർ റബ്ബർ തന്നു. അങ്ങനെ ഇന്നുവരെയും ചോദിച്ചതൊക്കെ ദൈവം എനിക്ക്
ചില പറഞ്ഞ് കേൾക്കാറില്ലേ, അതെല്ലാം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇതെല്ലാം പോരാത്തതിന് പാസ്റ്ററെ എന്നെ ചില കാഴ്ചകൾ ദൈവം കാണിക്കും. ആണോ? പിന്നെ എന്നെ എല്ലാം കാണിക്കും. ഇങ്ങനെ പറയുന്നവരെ കേട്ടിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്നാനം മുങ്ങിയില്ലെന്നും പറഞ്ഞ് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്നുണ്ട്. ശരിയാ, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം വായിച്ചോ, വേഗത്തിൽ വായിച്ചോ. ആ ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വായിച്ചോ, 10-ാം അധ്യായം 1 മുതൽ. കൈസര്യയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ആ മനുഷ്യനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ചില പദവികള്, യോഗ്യതകള് വായിക്കേ. അവൻ ഭക്തൻ, തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് ധർമ്മം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവൻ. 4 എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ. അവന് 4 യോഗ്യത പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. 1 ഭക്തൻ, 2 കുടുംബമായി ദൈവഭയമുള്ളവൻ, 3 പുണ്യപ്രവൃത്തി ചെയ്യുന്നവൻ, 4 എപ്പോഴും പ്രാർത്ഥിക്കുക. ആന്നേ. അടുത്തത്, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു പ്രാർത്ഥനയിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ 5-ാമത്തെ ഒരു ക്വാളിറ്റി നേരത്തെ പറഞ്ഞു, ദർശനവും കണ്ടോ? കൃത്യമാണേ. നമ്മളാരും അല്ല ഈ യോഗ്യത എഴുതി വെച്ച, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ച യോഗ്യതയാ. ദർശനവും കണ്ടു. എന്നിട്ട് ദൂതൻ കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നിക്കട്ടെ, ദൈവം എവിടെ വസിക്കുന്നേ? സ്വർഗത്തിൽ. ഇവന്റെ പ്രാർത്ഥന, ഇവന്റെ പുണ്യപ്രവൃത്തി എവിടെ എത്തിയെന്നാ? സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ എത്തിയെന്ന്. എല്ലാരും കേട്ടോ? പ്രാർത്ഥനയും പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെ. നമ്മുടെയൊക്കെ പ്രാർത്ഥന പോലും എന്ത് ചെയ്യുക? നമ്മുടെ പ്രാർത്ഥനയൊക്കെ പിശാച് അന്തരീക്ഷ മണ്ഡലത്തിൽ തടഞ്ഞു വെക്കുന്നു. നമ്മൾ പിന്നെ പൗരോഷനെ കാണുന്ന പ്രവാചകനെ വിളിച്ച് കെട്ടഴിപ്പിക്കുന്നു, ഫലിക്കുന്നു, പൊട്ടിക്കുന്നു. എന്നിട്ടൊക്കെയാണ് നമുക്ക് വല്ലതും കിട്ടുന്നതെന്ന്. ഇവിടെ ഇവന്റെ പ്രാർത്ഥന ആരും തടഞ്ഞില്ല. ആമേൻ. നേരെ സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തികളും എത്തി. ഇനി പറയുന്നത് കാത് തുറന്ന് കേട്ടോണം. വായന. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊലിനായ ശിമോൻ എന്നവനോടുകൂടെ പാർക്കുന്നു. നിക്കട്ടെ, ഇനി എന്നെ ശ്രദ്ധിച്ചേ. ദൂതൻ വന്നിട്ട് പറയാ, അതോ കൊർന്നേലിയോസേ, അച്ചായന്റെ പിന്നെ ഭക്തി, പ്രാർത്ഥന, പുണ്യപ്രവൃത്തി ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലെത്തി. പിന്നെ ഇപ്പം എന്ത് ചെയ്യണം? യോപ്പയിലേക്ക് ഒരാളിനെ വിടണം. എന്നിട്ടേ അവിടെ പത്രോസ് എന്ന പേരുള്ള ഒരു ഉപദേശമുണ്ട്, പുള്ളിയെ വീട്ടിലോട്ടൊന്ന് വിളിപ്പിക്കണം. കേട്ടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ഈ കൊർന്നേലിയോസ് എന്ന് പറയുന്ന പട്ടാളക്കാരന് എന്നെ ശ്രദ്ധിക്കണം, തിരിച്ച് ചോദിച്ചൂടെ? ദൂതൻ 1 മിനിറ്റ് എന്തോ പറഞ്ഞപ്പോൾ പിന്നെ ഉപദേശം വിളിപ്പിക്കണമെന്ന് എൻ്റെ വീട്ടിൽ. അല്ല, ഞാൻ ഭക്തനല്ലേ? അല്ലേ? അതെ. കുടുംബമായിട്ട് ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഉണ്ട്. എപ്പോഴും പുണ്യപ്രവൃത്തിയൊക്കെ ഞങ്ങളുടെ അപ്പുറത്ത് ചർച്ചകോടിൻ്റെ കൺവെൻഷൻ വെച്ച കസേര എൻ്റെ ചിലവാണ്, ഞാൻ നടത്താറുണ്ട്. അരിയൊക്കെ മേടിച്ചു എല്ലാം ചെയ്യും. ഉണ്ട്. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉണ്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ദർശനം കണ്ടില്ലേ? കണ്ടു. എൻ്റെ പ്രാർത്ഥന, എൻ്റെ പുണ്യപ്രവൃത്തി സ്വർഗത്തിലെത്തിയോ? എത്തി. മറുപടിയായിട്ട് ദൂതനും വന്നില്ലേ? വന്നു. ഇത്രയൊക്കെ ഉണ്ടേ. പിന്നെ ഞാൻ ഈ പണ്ടെങ്ങാണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്ന ഒരാളല്ലേ ഈ പത്രോസ്. ഇപ്പം എങ്ങാണ്ട് വെള്ള ജുബായി വിട്ട് കൊട്ടാൻ നടക്കും. ഈ ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട ആവശ്യം എന്താ? ചോദിച്ചുകൂടെ? ഇത്രയും ക്വാളിറ്റിയുള്ള ഞാൻ എന്തിന് ഈ ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കണം? എൻ്റെ ആവശ്യമുണ്ടോ? ദൂതൻ്റെ ഒരു മറുപടി പറയും, മോനെ കൊർന്നേലിയോസേ, നീ വിളിപ്പിക്കണം. എന്താ? നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നീ അവിടെ എത്തത്തില്ല. മനസ്സിലായോ? നീ അവിടെ എത്തണമെങ്കിൽ നീ ആരെ വിളിക്കണം? നീ ഉപദേശിയെ വീട്ടിൽ വിളിപ്പിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ ഈ പരിസരത്ത് ഈ കൊർന്നേലിയോസിനെ പോലെ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്, ഇല്ലേ? ഉണ്ടോ? പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ? നമ്മളെക്കാൾ ദൈവഭക്തിയുള്ള ആളുകൾ ഈ പരിസരത്തില്ലേ? നന്മ ചെയ്യുന്നവരില്ലേ? ഇല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായ ഉത്തരം പറയണം. ഇവിടെയുള്ള മർത്തോമക്കാരും യാക്കോബക്കാരും കത്തോലിക്കരും പിന്നെ ഓർത്തഡോക്സ് ഇവരെല്ലാം മോശക്കാരായതുകൊണ്ടും പെന്തക്കോസുകാർ മിടുക്കന്മാരായതുകൊണ്ടാണോ നമ്മളിവിടെ വന്നേ? ആണോ? സത്യസന്ധമായി പറ. ആണോ? അല്ല. ഇന്റർനാഷണൽ കള്ളന്മാർ നമ്മുടെ ഇടയിലുമുണ്ട്, ഇല്ലേ? സത്യസന്ധമായി പറ, ഇല്ലേ? ഉണ്ട്. ഇവരെല്ലാം മോശക്കാർ, നമ്മളെല്ലാം മിടുക്കന്മാരായതുകൊണ്ടല്ല നമ്മൾ ഇതിനകത്ത് വന്നേ. ആണോ? അല്ല. പിന്നെന്താ? നല്ല മനസ്സുള്ള ഒത്തിരി ആളുകൾ പുറത്ത് കിടപ്പുണ്ട്. ഒരാൾ വന്നൊരു സഹായം ചോദിച്ചാൽ പ്രാർത്ഥിക്കാൻ ബ്രദറെ എന്ന് പറയുന്നതല്ല, സഹായിക്കുന്ന ആളുകൾ വരെ പുറത്ത് കിടപ്പുണ്ട്, അല്ലേ? പിന്നെ എന്തിന് അവർ ഈ അനുഭവത്തിലേക്ക് വരണം? ഇത്രയും നന്മയുള്ള നീ
നരകത്തിൻ്റെ പടുകുഴിയിൽ പതിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്. ഒത്തിരി നല്ല മനസ്സുള്ള മനുഷ്യന്മാർ ഈ ചുറ്റുവട്ടത്തുണ്ട്. ഇത്രയും നന്മയുള്ള, ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള നീ ഒരിക്കലും നരകത്തിൻ്റെ പടുകുഴിയിൽ വീഴരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ പത്രോസിനെ വിളിപ്പിക്കാൻ പറഞ്ഞ പോലെ ഉപദേശിമാരുടെയൊക്കെ ആമേ നിൻ്റെ വീട്ടിൻ്റെ അടുക്കലും ആമേ നിൻ്റെ വീട്ടിലുമൊക്കെ ഇടപെടാതെ അയക്കുന്നത്. നന്മയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായ നീ നരകത്തിൽ പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഇവിടുത്തെ സമുദായക്കാരൊക്കെ മോശക്കാരായതുകൊണ്ടൊന്നുമല്ല നമ്മളാരും ഇതിൻ്റെ അകത്ത് വന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നരകത്തിൽ പോകരുതെന്ന് ആശിച്ച് ദൈവം വിടുവിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, എനിക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ട്, എൻ്റെ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി അതൊക്കെ തരും. പക്ഷെ അതുകൊണ്ട് നിത്യതയിൽ പോകണമെന്നില്ല. പിന്നെ എന്ത് ചെയ്തു? ഉപദേശിയെ വിളിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു? 44 വാക്യം വായിരെ, 10:44. പത്രോസ് വന്ന് പ്രസംഗിച്ചു. അപ്പോഴോ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ഒരു ചോദ്യം, ഈ 5 യോഗ്യത ഇവനുണ്ടായിരുന്നപ്പോഴും എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് കൊണ്ടോ, കൊച്ചിന് ജോലി കിട്ടിയത് കൊണ്ടോ, ആശിച്ച കാറ് മേടിച്ചത് കൊണ്ടോ ഒന്നും ദൈവാത്മാവ് ഉണ്ടാവണമെന്നില്ല അമ്മാമേ. ആമേൻ. വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. താഴോട്ട് വായിക്കുമ്പോൾ ചോദിക്കുകയാണ്, ആമേൻ, ഇവരെ സ്നാനപ്പെടുത്താൻ എന്ത് തടസ്സം? അങ്ങനെ അവർ സ്നാനം കഴിപ്പിച്ചു. അപ്പോഴാണ് അവർ നിത്യതയ്ക്ക് അവകാശികളായി മാറിയത്. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നുണ്ടെന്ന് കരുതി മേലോട്ട് പോകുമെന്ന് ആരും വിചാരിക്കണ്ട. ഒരു ഭാഗവും കൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കേട്ടെ, നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്, വാക്യമൊന്നും എടുക്കണ്ട. ഒരിക്കൽ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഉപദേശിയെ നിർജ്ജന പ്രദേശത്തേക്ക് അയച്ചു. ആരുടെ അടുക്കലായിരുന്നു? ബൈബിൾ അറിയുന്നവർ പറ. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ എന്ന് പറയുന്ന അധികാരിയോട് സുവിശേഷം അറിയിക്കാൻ ഫിലിപ്പോസ് ഉപദേശി അയച്ചു. ഫിലിപ്പോസ് തേരിൽ കയറിയിരുന്ന് സുവിശേഷം പറഞ്ഞു. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഈ തേരിലിരുന്നു കൊണ്ട് സുവിശേഷം പറഞ്ഞപ്പോൾ വഴിയരികിൽ വെള്ളമുള്ള ഒരു കുളമുള്ള ഒരു സ്ഥലം എത്തിയപ്പോൾ ഈ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുക, ഉപദേശി എനിക്ക് എന്ത് ചെയ്യണം? സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഇനി എന്ത് നന്മ കിട്ടണം ഇയാൾക്ക് സ്നാനപ്പെടണം? ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇയാൾ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇനി ഇയാൾക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടാൻ വേണ്ടിയാണോ ഇയാൾ വെള്ളത്തിലിറങ്ങി? ആണോ? ഇയാൾക്ക് ഇനി എന്താ കിട്ടണ്ടേ? എന്തെങ്കിലും കിട്ടണോ? അയാൾ സമൃദ്ധിയിലാണ്, നന്നായി ജീവിക്കുന്നു, അയാൾക്ക് ഒരു കുറവുമില്ല, നല്ല അധികാരിയായിട്ട് നല്ലൊരു സ്ഥാനത്തിരിക്കുന്നു, സാമ്പത്തികത്തിനും ബുദ്ധിമുട്ടില്ല. ഇനി അയാൾ എന്തിന് ഈ കുളത്തിലിറങ്ങി സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ ഭൗതിക നന്മകളൊന്നും കിട്ടാൻ വേണ്ടി അല്ല കുഞ്ഞേ. മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കണമെന്നും ഉറപ്പുവരുത്തുവാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരൊന്നെഴുതപ്പെടുവാൻ, അതിനുവേണ്ടി ആ മനുഷ്യൻ സ്നാനത്തിലേക്ക് ഇറങ്ങി. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. ആമേൻ. ഒരുത്തൻ രക്ഷിക്കപ്പെടേണ്ടതും സ്നാനപ്പെടേണ്ടതും ഈ ലോകത്തിലെ എന്തെങ്കിലും ഭൗതികമായ നന്മകൾ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇന്നിവിടെ പരിസരങ്ങളിൽ പലരും ന്യൂ ജനറേഷൻ പ്രസംഗിക്കുന്ന പോലെ കടം മാറാനും രോഗം മാറാനും ബിസിനസ് തകർച്ച മാറാനും കൊച്ചിനെ കെട്ടിക്കാനും വിസ ശരിയാകാനും ആയിരുന്നെങ്കിൽ ഈ സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നും സമൃദ്ധിയിൽ ഇരിക്കുന്നവർക്ക് ഇല്ലായിരുന്നല്ലോ. ആമേൻ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആ മനുഷ്യൻ വഴിയരികിൽ കണ്ടൊരു കുളത്തിലേക്ക് ഇറങ്ങി സ്നാനമേറ്റു എന്ന് തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നീ രക്ഷിക്കപ്പെട്ടേ തീരൂ, നീ സ്നാനപ്പെട്ടേ തീരൂ. അന്ന് 3000-ഓളം പേർ അവരോട് സ്നാനമേറ്റ് അവരോട് ചേർന്നു. അടുത്ത വാക്യം താഴോട്ട് വായിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. അടുത്തത് അപ്പം നുറുക്കി. അടുത്തത് പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. അതാണ് നമ്മൾ വായിച്ച കുറിവാക്യം. വായിച്ച് പുസ്തകം അടയ്ക്കാം. 47-ാമത്തെ വാക്യത്തിലെ കുറിവാക്യം വായിച്ചേ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാ സഹോദരി സഭ. ഏതാണ് സഭ? ഭൂമിയിൽ ദൈവത്തിന് പള്ളിയുണ്ടോ? ഭൂമിയിൽ ദൈവത്തിനൊരു സഭയുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് സഭ? മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറ പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടം പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ചന്ത മൈതാനത്ത് കൂടിയാലും റോഡ് വക്കത്ത് കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ആ കൂട്ടത്തിന്റെ അകത്ത് ഷമീറുണ്ട്, സുരേഷുണ്ട്, സുമേഷുണ്ട്, രതീഷുണ്ട്, രമേശുണ്ട്, ജോസഫുണ്ട്, തോമസ് കുട്ടിയുണ്ട്, നാരായണനുണ്ട്, മമ്മദ് കുട്ടിയുണ്ട്. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഒറ്റ വാക്ക് പറഞ്ഞ് എഴുന്നേൽക്കാം. ഈ പറയപ്പെട്ട സഭയെ നിത്യതയിലേക്ക് ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് കാഹളനാദം മുഴക്കിക്കൊണ്ട് വെളിപ്പെടാൻ പോകുന്നത്.
ഇതൊരു മതമേ അല്ല. ആമേൻ, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ആമേൻ. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്ന കർത്താവ് കാഹളനാദം മുഴക്കി വാനമേഘ വെളിപ്പെട്ട് വരുമ്പോൾ, ആമേൻ, ഇവിടെ കയറി വരുവനെന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ പറയപ്പെട്ട യോഗ്യതയനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി സ്നാനമേറ്റ്, ആമേൻ, വേർപാടിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, ആമേൻ, കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ എനിക്കും ആ കർത്താവിനോടുകൂടെ പോകണം. അല്ലല്ലല്ല, ഞാനും പോകുമെന്ന് ഇന്ന് രാത്രി മാറാത്ത തീരുമാനമുള്ളവർ ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം.